നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലൈഡ് മാറ്റുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. സോ ജനറലി വേസ്റ്റിനെ നമ്മൾ 5 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോളിഡ് വേസ്റ്റ് ഉണ്ട്, ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, ഹസാർഡസ് വേസ്റ്റ് ആൻഡ് ഇലക്ട്രോണിക് വേസ്റ്റ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് ആണ്. ഇന്ത്യയില് ഏകദേശം 18.5 ലക്ഷം ടൺസ് ഓഫ് ഇലക്ട്രിക് വേസ്റ്റ്, ആ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇന്ത്യയിൽ ആവറേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവറേജ് ഡിസ്കാർഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് 18.5 lakh ടൺസ് ആണ്. വേൾഡിലെ തന്നെ 5th ലാർജസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പറയുന്ന 18.5 lakh ടൺസ് ഇലക്ട്രോണിക് വേസ്റ്റിൽ 12% ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് ടെലികോം എക്യുപ്മെന്റ്സ് ആണ്. അതായത് നമ്മുടെ ഫോൺസ്, മൊബൈൽ ഫോൺസ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രോണിക് ഡിവൈസസ്, ഇതെല്ലാം കൂടിയാണ് 12% ഓഫ് ഇലക്ട്രോണിക് വേസ്റ്റിനെ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ 3 വാല്യൂസ്. ഇന്ത്യ 5th ലാർജസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് പ്രൊഡ്യൂസർ ആണ് വേൾഡില്. ഇന്ത്യ ആവറേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് വേസ്റ്റ് 18.5 lakh ടൺസ് ആണ്. അതിൽ 12% ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് ടെലികോം എക്യുപ്മെന്റ്സ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി. സോളിഡ് വേസ്റ്റ് കൺസിസ്റ്റ് ഓഫ്, തന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയാണ് നമുക്ക് സോളിഡ് വേസ്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. സോ മെയിൻ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റുകൾ എന്ന് പറയുന്നത് അർബൻ വേസ്റ്റ്, അതുപോലെ അഗ്രികൾച്ചറൽ വേസ്റ്റ്, dead animals waste, industrial waste, ashes, construction waste, mining waste. ചിലപ്പോൾ ഫ്ലൈ ആഷ് എന്ന് തരാം. ഫ്ലൈ ആഷും ഒരു സോളിഡ് വേസ്റ്റ് ആണ്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിന്നും സിമെന്റ് ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരുതരം പൊടിപടലങ്ങളെയാണ് നമ്മൾ ഫ്ലൈ ആഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്ലൈ ആഷും ഒരു സോളിഡ് വേസ്റ്റ് ആണ്. സോളിഡ് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അർബൻ വേസ്റ്റ്, agricultural waste, dead animals waste, industrial waste, ashes, construction waste, mining waste. Then causes of solid waste pollution. എന്ത് കാരണങ്ങൾ കൊണ്ടാവാം സോളിഡ് വേസ്റ്റുകൾ ഉണ്ടാവുന്നത്? ആ ഫാക്ടേഴ്സ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് ഓവർ പോപ്പുലേഷൻ ആണ്. നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരുടെ കൺസ്യൂംസും ഇൻക്രീസ് ചെയ്യും, അതുവഴി പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. സോ സോളിഡ് വേസ്റ്റ് പൊല്യൂഷന്റെ വൺ ഓഫ് ദ മേജർ കോസ് എന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷൻ ആണ്. ഓവർ പോപ്പുലേഷൻ. Then affluence. അതായത് നല്ല ക്യാഷ് ടീം ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് സോളിഡ് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് കൂടുതൽ അപ് ടു ഡേറ്റ് ഫാഷൻ ഐറ്റംസ് അവർക്ക് കൺസ്യൂം ചെയ്യേണ്ടി വരും. അപ്പം ഓൾഡ് ഐറ്റംസിനെ അവർ എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും. സോ അഫ്ലുവൻസ് ഒരു ഫാക്ടർ ആണ്. സൊസൈറ്റിയിൽ എത്രത്തോളം പെർ ക്യാപിറ്റ കൺസംഷൻ കൂടുന്നു എന്നുള്ളത് അവിടുത്തെ അഫ്ലുവൻസ് പോപ്പുലേഷന്റെ റേഷ്യോ അനുസരിച്ചായിരിക്കും. സോ ഓവർ പോപ്പുലേഷൻ, അഫ്ലുവൻസ്. ടെക്നോളജി ഓരോ കാലഘട്ടങ്ങൾ, ഓരോ ടൈം പീരീഡ് മാറുന്നതനുസരിച്ച് ടെക്നോളജീസ് ചേഞ്ച് ചെയ്യും. അപ്പൊ പുതിയ അപ്ഡേറ്റഡ് ടെക്നോളജീസ് കൺസ്യൂം ചെയ്യാനായിട്ട് പഴയ ടെക്നോളജീസിനെ ഡിസ്കാർഡ് ചെയ്യും. പഴയ ടെക്നോളജീസ് ഉള്ള സോളിഡ് വേസ്റ്റ് ഐറ്റങ്ങളെ നമ്മൾ ഡിസ്പോസ് ചെയ്യും, ഡിസ്കാർഡ് ചെയ്തിടും അല്ലെ. സോ ടെക്നോളജി, ഓവർ പോപ്പുലേഷൻ, അഫ്ലുവൻസ്, ടെക്നോളജി. Then increase in urbanization. കൂടുതൽ ആളുകൾ, യങ്സ്റ്റേഴ്സ് ഒക്കെ ജോലി കാര്യങ്ങളുമായിട്ട് അർബൻ ഏരിയാസിലേക്ക് കൂടുതൽ വരുന്നു. അവർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. ആ കൺസ്യൂമിൽ പലതും പിന്നീട് ഡിസ്കാർഡഡ് ആവുന്നു. അത് സോളിഡ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഇൻക്രീസ് ഇൻ urbanization. Then lack of awareness. ഇപ്പൊ ഒരു സാധനം നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്തോ റീസൈക്കിൾ ചെയ്തോ ഉപയോഗിക്കാം എന്നുള്ള അറിവില്ലായ്മ. സോ അതിനെ വെറുതെ നമ്മൾ ഡിസ്പോസ് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദി സോളിഡ് വേസ്റ്റ്. സോ lack of awareness. Next,
lack of public participation. Lack of public participation. അതായത് പൊതുജനങ്ങള് കൂടുതലായിട്ട് ഈ സോളിഡ് വേസ്റ്റിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കില്ല. സോ അവർ കൂടുതലായിട്ട് അതിനുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. സോ അവർ കൂടുതലായിട്ട് സോളിഡ് വേസ്റ്റുകൾ ഡംപ് ചെയ്തുകൊണ്ടിരിക്കും. സോ ലാക്ക് ഓഫ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഒരു ഫാക്ടറാണ്. പുവർ എൻഫോഴ്സ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോസ്. പ്രോപ്പർ ആയിട്ടുള്ള ലോസ് ഉണ്ട്, പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സുകളോ അതിനുള്ള സർക്കംസ്റ്റാൻസസോ ഇല്ലാതെ വരുന്നു. സോ പുവർ എൻഫോഴ്സ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോസ്. ഇത് ഇത്രയുമാണ് സോളിഡ് വേസ്റ്റ് പൊല്യൂഷന്റെ മേജർ റീസൺസ് അല്ലെങ്കിൽ കോസസ് എന്ന് പറയുന്നത്. ഒന്ന് പോപ്പുലേഷൻ, ഓവർ പോപ്പുലേഷൻ, രണ്ട് അഫ്ലുവൻസ്, മൂന്ന് ടെക്നോളജി, നാല് ഇൻക്രീസ് ഇൻ urbanization, lack of awareness, lack of public participation, and poor enforcement of environmental protection laws. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെ കാര്യം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സോളിഡ് വേസ്റ്റിനെ കൺസോളിഡേറ്റ് ചെയ്യുന്നത്, കൺസിസ്റ്റ് ചെയ്യുന്നത് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്? ഒന്ന് മുനിസിപ്പൽ വേസ്റ്റ്, ദെൻ ഇലക്ട്രോണിക് വേസ്റ്റ് ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മൾ ഇതിനെ കൺസിസ്റ്റ് ചെയ്യുന്നത്. മുനിസിപ്പൽ വേസ്റ്റ് അല്ലെങ്കിൽ അർബൻ സോളിഡ് വേസ്റ്റ് എന്ന് പറയും. പ്രിഡോമിനന്റ് ആയിട്ട് ഇതിനകത്ത് വരുന്ന ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റുകളാണ്. അതിനോടൊപ്പം കൊമേഴ്ഷ്യൽ, ഇപ്പൊ റെസ്റ്റോറൻറ്റ്സിൽ നിന്നുള്ളതോ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നുള്ളതോ മാളുകളിൽ നിന്നൊക്കെയുള്ള കൊമേഴ്ഷ്യൽ വേസ്റ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ ഡെബ്രിസുകള്, സാനിറ്റേഷൻ റെസിഡ്യൂകള്, അതുപോലെ സ്ട്രീറ്റിൽ കൊണ്ട് ഡംപ് ചെയ്യുന്ന വേസ്റ്റുകള്, ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്ലേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോളിഡ് ഐറ്റംസിൻ്റെത്. ദെൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് മുനിസിപ്പൽ വേസ്റ്റിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നുകിൽ സോളിഡ് കണ്ടീഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സെമി സോളിഡ് കണ്ടീഷനിലുള്ളതായിരിക്കാം ഈ മുനിസിപ്പൽ വേസ്റ്റുകൾ. ഇലക്ട്രോണിക് വേസ്റ്റ് നമുക്കറിയാം, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, അതുപോലെ സർക്യൂട്ട് എക്യുപ്മെന്റ്സ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, മെറ്റൽ വേസ്റ്റുകള്, മെഷീനറീസ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിന്റെ ഭാഗങ്ങള്, ഓവന്റെ ഭാഗങ്ങള്, അങ്ങനെ പലതും. ദെൻ IC ചിപ്സുകള്, ദെൻ സോക്കറ്റുകള്, ഇതൊക്കെയാണ് ഇലക്ട്രോണിക് വേസ്റ്റുകളിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓർത്തിരിക്കുക, മെറ്റൽ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. മെറ്റൽ വേസ്റ്റ്, ദെൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് വേസ്റ്റ്, എക്യുപ്മെന്റ്സ്, മെഷീനറീസ്, IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, സോക്കറ്റ്സ്, അങ്ങനെയുള്ളതൊക്കെ ഇലക്ട്രോണിക് വേസ്റ്റുകളാണ്. ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിൽ മെയിൻ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും ഔട്ട് പേഷ്യൻസിന് ഉപയോഗിച്ച പഞ്ഞി, ബാൻഡേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റിൽ വരുന്നത്. മെയിൻ ആയിട്ട് ബാൻഡേജസ്, കോട്ടൺ, സോയിൽഡ് ലിനൻ, ബോഡി പാർട്സ്, ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും ബോഡി പാർട്ടുകൾ, ദെൻ നീഡിൽസ്, സിറിഞ്ചസ്, മെഡിസിൻസ്, ഉപയോഗശൂന്യമായ മെഡിസിൻസ്, ലബോറട്ടറി വേസ്റ്റ്, ഇതൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റിൽ വരുന്നത്. അർബൻ ഏരിയയിൽ മെയിൻ ആയിട്ട് ഈ സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സുകൾ ഒന്ന് റെസിഡൻഷ്യൽ ഏരിയാസ്, ഈ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റ്സുകൾ, അതുപോലെ കമ്മ്യൂണിറ്റി ഏരിയാസ്, സ്കൂളുകള്, ഏതെങ്കിലുമൊക്കെ ഓഫീസുകൾ, ഇതൊക്കെയാണ് ഒരെണ്ണം. ദെൻ വെജിറ്റബിൾ മാർക്കറ്റുകളിൽ നിന്ന്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന്, കൊമേഴ്ഷ്യൽ ഏരിയാസിൽ നിന്നുള്ള സോളിഡ് വേസ്റ്റുകൾ ഉണ്ട്, ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്, സ്ട്രേ ആനിമൽസ് അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കുന്ന പട്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പശുക്കളോ അങ്ങനെയുള്ള സ്ട്രേ ആനിമൽസ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ്, ദെൻ ഡയറി ഫാമുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ളത്, ഇൻഡസ്ട്രീസിൽ നിന്നുള്ള സോളിഡ് വേസ്റ്റ്, സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ അതിലിപ്പോ വഴി കൂടെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പേനയുടെ ക്യാപ്പോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറോ ഒക്കെ സ്ട്രീറ്റിൽ ഡംപ് ചെയ്യാം. സോ ആ സ്ട്രീറ്റ് വേസ്റ്റുകൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അർബൻ ഏരിയാസിൽ നിന്നുള്ള സോളിഡ് വേസ്റ്റുകൾ. ഞാൻ ഒരു വേർഡ്, ഒരു ടെർമിനോളജി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് ഐ വിൽ ടൈപ്പ് ഇറ്റ് ഹിയർ. ലീച്ചേറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലീച്ചേറ്റ് എന്താണ്? ലീച്ചേറ്റ് LEA ഉണ്ട്, സോറി, LEA, ലീച്ചേറ്റ്. ലീച്ചേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ലിക്വിഡ് ആണ്. ബ്ലാക്ക് ലിക്വിഡ് ഓസിങ് ഔട്ട് ഫ്രം ദ വേസ്റ്റ് as it slowly decomposes over a period of 25 to 30 years
ആൻഡ് കണ്ടാമിനേറ്റ്സ് സോയിൽ ആൻഡ് വാട്ടർ. ഇതാണ് ലീച്ചേറ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന നമുക്ക് വിളപ്പിൽ ശാലയൊക്കെ പോലുള്ള ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും, വിളപ്പിൽ ശാല പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ കുറെ ലാൻഡ് ഡംപിങ് സൈറ്റുകൾ ഉണ്ടാവും വേസ്റ്റ്. അപ്പൊ ഒരു 20-25 വർഷങ്ങൾ വരെ ആ വേസ്റ്റ് അവിടെ കിടന്ന് അതിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് വരുന്ന, പുറത്തേക്ക് ഒഴുകി വരുന്ന ഡാർക്ക് ബ്ലാക്ക് ലിക്വിഡ് കളറുള്ള തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ബ്ലാക്ക് ലിക്വിഡ് ആണ് ലീച്ചേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോയിലിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുകയും അതുവഴി ഗ്രൗണ്ട് വാട്ടറിന് പൊല്യൂഷൻ ഉണ്ടാക്കുകയും ലൈക്ക് ദാറ്റ് സർഫസ് വാട്ടറിന് പൊല്യൂഷൻ ഉണ്ടാക്കാം. സോ സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വേസ്റ്റിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു തിക്ക് ബ്ലാക്ക് ലിക്വിഡ് ആണ് ലീച്ചേറ്റ് എന്ന് പറയുന്നത്. ലീച്ചേറ്റ്, LEACHATE, ലീച്ചേറ്റ്. ഇറ്റ് കണ്ടാമിനേറ്റ്സ് soil, groundwater and surface water. അതുപോലെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു ടെർമിനോളജിയാണ് മീഥെയ്ൻ. ഈ വേസ്റ്റ് ഡംപിംഗ് യാർഡുകളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിഷൻ നടക്കുന്ന ഒരു ഗ്യാസ് ആണ് മീഥൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കോസ് എയർ പൊല്യൂഷൻ ആൻഡ് ക്യാൻ ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. സോ സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ്. കാരണം ഇതിൽ നിന്ന്, ഈ സോളിഡ് വേസ്റ്റിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഗ്യാസ് ആണ് മീഥൈൻ എന്ന് പറയുന്നത്. ഈ മീഥൈൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ആൻഡ് ഇറ്റ് കോസസ് ഗ്ലോബൽ വാർമിംഗ്. Then ഇന്ത്യയിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂളിന്റെ ഇയർ ഒന്ന് പഠിച്ചു വെക്കണം. 2016 ആണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഇൻ ഇന്ത്യ വന്നത്. 2016 2016 Okay. Issues in solid waste management in India. ഇന്ത്യയിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞ ഒരു സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള ഒരു സ്റ്റോറേജ്, അതിനുവേണ്ടിയുള്ള ഒരു കണ്ടീഷൻ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. There is not a scientific and systematic storage of waste at source and is not in practice. ഇപ്പൊ നമ്മൾ വീടുകളിൽ തന്നെ പേപ്പർ വേസ്റ്റിന് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒന്ന്, ഫുഡ് വേസ്റ്റിന് ഒന്ന്, അങ്ങനെ ഒരു സെഗ്രിഗേഷൻ ഇല്ല. ചിലപ്പോൾ എല്ലാം കൂടെ കൊണ്ട് ഒരുമിച്ചായിരിക്കും ഡംപ് ചെയ്യുന്നത്. സോ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് ആയിട്ടുള്ള വേസ്റ്റിന്റെ സെഗ്രിഗേഷൻ നടക്കുന്നില്ല സോഴ്സ് പോയിന്റിൽ. അതാണ് ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് വേസ്റ്റ് അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ, കയ്യിലുള്ള ചെറിയ ചെറിയ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, പോകുന്ന വഴിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു പരിപാടി. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് വേക്കന്റ് ഏരിയാസ്, ഗവൺമെന്റ് വേക്കന്റ് ലാൻഡുകളിൽ, ഡ്രെയിനേജുകളിൽ, സ്ട്രീറ്റുകളിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റ് ഡംപ് ചെയ്യുന്നു. സോ അതുവഴി ആ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് പ്രോപ്പർ ഇഷ്യൂസ് നടക്കുന്നില്ല. ഇങ്ങനെ അറിയുമ്പോൾ എൻവയോൺമെന്റിന് ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഇറ്റ് ബിക്കംസ് അഗ്ലി ആൻഡ് അൺഹൈജീനിക്. സോ മുനിസിപ്പൽ വർക്കേഴ്സിന് അതിന്റെ ഒരു വരേണ്ടി വരുന്നു. അതുകൊണ്ട് 2 or 3 hours, ഓരോ 2-3 മണിക്കൂർ കൂടുമ്പോഴും ഇവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ പോസിബിൾ അല്ല. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും. സോ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ ഒരു അൺഹെൽത്തി പ്രാക്ടീസ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ദി പ്രസന്റ് സ്റ്റേജ്. ദെൻ ഓപ്പൺ ഡ്രെയിൻസ്. ഇപ്പൊ നമുക്കറിയാം ട്രിവാൻഡ്രത്ത് തന്നെ ആമഴിഞ്ചാൻ തോട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. നമ്മുടെ പട്ടം പ്ലാമോട് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ട്. ആ ഡ്രെയിനേജിൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മൊത്തം വേസ്റ്റ് അങ്ങോട്ടേക്കാണ് ഡംപ് ചെയ്യുന്നത്. വഴി കൂടെ പോകുന്നവരും പോകുന്ന വഴിക്ക് അതിനകത്തേക്ക് വേസ്റ്റ് എടുത്ത് എറിഞ്ഞിട്ടാണ് പോകുന്നത്. സോ ഒരു ഓപ്പൺ ഡ്രെയിൻസ് അല്ലെങ്കിൽ ലാർജ് ഡ്രെയിൻസിലേക്ക് ആളുകൾ വേസ്റ്റ് വലിച്ചെറിയും. അങ്ങനെ ഡ്രെയിനേജ് ക്ലോഗ് ചെയ്യും. ഡ്രെയിനേജ് അടഞ്ഞു പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൂടുതൽ ഫൗൾ സ്മെല്ലേഴ്സ് വരും. അതിൽ നിന്ന് മീഥേൻ എമിറ്റ് ചെയ്യാം. ഈ പറഞ്ഞ ലീച്ചേറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് തിക്ക് ലിക്വിഡ് ഊസ് ഔട്ട് ചെയ്ത് വരാം. സോ ഇറ്റ് കോസസ് contagious diseases, it causes pollution to the surroundings. Okay, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കാം. സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ കാരണം ഉണ്ടാകാവുന്ന എഫക്റ്റുകൾ, പ്രശ്നങ്ങൾ, കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് ഡിസീസസ് ആണ്. ഡയറിയ, ഡിസെൻട്രി, അമീബിക് ഡിസെൻട്രി പോലുള്ള ഡിസീസസ് മനുഷ്യരിൽ ഉണ്ടാക്കാം. ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ വഴിയും അതുപോലെ തന്നെ ഈ മോസ്കിറ്റോസ്, ഫ്ലൈസിന്റെ ഒക്കെ ബ്രീഡിംഗ് വഴിയൊക്കെ നമുക്ക് ഈ ഡിസീസസ് എഫക്റ്റഡ് ആവാം. റാറ്റ്സ്, റോഡൻസിന്റെ എണ്ണം കൂടും. സോളിഡ് വേസ്റ്റിനെ കൺസ്യൂം ചെയ്യുന്ന റോഡൻസ്, റാറ്റ്സിന്റെ എണ്ണം കൂടും. ഇറ്റ് ക്യാൻ കോസ് പ്ലേഗ്, സാൽമണലിസിസ്, അതുപോലെ എൻഡമിക് ടൈഫസിസ് അതുപോലുള്ള ഡിസീസസിന്റെ ഇൻക്രീസിന് കാരണമാകാം.
ദെൻ വാട്ടർ സപ്ലൈസിലേക്ക് ഞാൻ ഈ പറഞ്ഞ ലീച്ചേറ്റ് പോലുള്ള ബ്ലാക്ക് തിക് ലിക്വിഡ് വേസ്റ്റ് ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നു, സോയിൽ പൊല്യൂട്ടഡ് ആവുന്നു, ജോണ്ടിസ്, കോൾറ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഡിസീസസ്, ഹെപ്പറ്റൈറ്റിസ്, മൊസ്കിറ്റോ ബ്രീഡിങ് കൂടാം. അതുവഴി മൊസ്കിറ്റോ റിലേറ്റഡ് ഡിസീസ് മലേറിയ, ഡെങ്കു ഒക്കെ ഇൻക്രീസ് ചെയ്യാം ഇൻസിഡൻസ്. Then possible waste management options. എന്തൊക്കെയാണ് പോസിബിൾ വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ്? ഒന്ന്, വേസ്റ്റ് മിനിമൈസ് ചെയ്യുക. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകൾ കൂടുതലായിട്ട് റീസൈക്കിൾ ചെയ്യുക, മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്യുക. പ്രോസസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റിനെ പ്രോസസ് ചെയ്യുക, വേസ്റ്റ് പ്രോസസ്സിങ്. വേസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ചിരട്ടകൾ, അതൊരു സോളിഡ് വേസ്റ്റ് തന്നെയാണ്. അത് ഡീകമ്പോസ് ചെയ്ത് പോകെങ്കിലും ഇറ്റ് ഇസ് എ സോളിഡ് വേസ്റ്റ്. നമുക്ക് അതിന് ഏതെങ്കിലും ആർട്ട് ഫോം ആയാലും അത് എന്തെങ്കിലും ആർട്ടിഫാക്ട് ആയിട്ടോ എന്തെങ്കിലും ഭംഗിയുള്ള ഒരു ശില്പമായിട്ട് മാറ്റാൻ പറ്റും. ഈ പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലുമൊക്കെ കുപ്പികൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബോട്ടിൽ ആർട്ടുകൾ പോലെ ചെയ്ത് വെക്കാൻ പറ്റും. സോ വേസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ്, അതായത് ഇപ്പം ലാൻഡിന്റെ മണ്ണെടുത്ത സ്ഥലങ്ങൾ അതുപോലുള്ള എന്തെങ്കിലും രീതിയിൽ കുഴിയൊക്കെ എടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് നമുക്ക് അതവിടെ ലാൻഡ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ച് മണ്ണിട്ട് മൂടാൻ പറ്റും. സോ ആക്ട് ആസ് എ ലാൻഡ് ഫില്ലിംഗ്, സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മെട്രോ സിറ്റീസിലൊക്കെ വളരെ ലിമിറ്റഡ് ഏരിയ ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത്. സോ ക്യാൻ ബി യൂസ് ഫോർ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ്. Then next, liquid waste. ലിക്വിഡ് ഫോമിലുള്ള വേസ്റ്റിനെയാണ് ലിക്വിഡ് വേസ്റ്റ് എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. മെയിൻ ആയിട്ട് വേസ്റ്റ് വാട്ടർ വരാം, ഫാറ്റ്, ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് പോലുള്ളതൊക്കെ ലിക്വിഡ് വേസ്റ്റ് ആണ്. സ്ലഡ്ജുകൾ, ഇപ്പൊ ഓയിൽ സ്ലഡ്ജുകൾ ഉണ്ടാവും. ഇപ്പം എവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്ന എണ്ണമെഴുക്ക് പോലുള്ള വേസ്റ്റ് വാട്ടർ ആണ്, അതിനാണ് ഓയിൽ സ്ലഡ്ജസ്. ഹസാർഡസ് ഹൗസ് ഹോൾഡ് ലിക്വിഡ്സ്, അതുപോലെ ഇനോർഗാനിക് വേസ്റ്റ് വാട്ടർ, ഓർഗാനിക് വേസ്റ്റ് വാട്ടർ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലിക്വിഡ് വേസ്റ്റുകൾ. ലിക്വിഡ് വേസ്റ്റിന്റെ മെയിൻ സോഴ്സ് 4 സോഴ്സ് ആണ്. റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്ന് വരാം, കൊമേഴ്ഷ്യൽ ഏരിയാസിൽ നിന്ന് വരാം, സ്റ്റോം വാട്ടർ, ഇൻഡസ്ട്രിയൽ ഏരിയാസ്. ലിക്വിഡ് വേസ്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ 4 എണ്ണമാണ്. സോയിൽ കണ്ടാമിനേറ്റ് ചെയ്യാം, എയർ പൊല്യൂഷൻ ഉണ്ടാക്കാം, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാം, സർഫസ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാം. നെക്സ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്. ഹ്യൂമൻ ഹെൽത്തിനും അതുപോലെ എൻവയോൺമെന്റിനും പൊട്ടൻഷ്യലി ഹാർംഫുൾ ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെയാണ് ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹസാർഡസ് വേസ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർത്തു വെക്കുക, എനി സബ്സ്റ്റൻസ് എക്സ്ക്ലൂഡിംഗ് ഡൊമസ്റ്റിക് ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വിച്ച് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ആൻഡ് ഓർ കൊറോസീവ്, റിയാക്റ്റീവ്, ഇഗ്നൈറ്റബിൾ, ടോക്സിക് ആൻഡ് ഇൻഫെക്ഷ്യസ് characteristics causes significant hazards to human health or environment when improperly treated, stored, transported and disposed. അതായത് ഡൊമസ്റ്റിക് വേസ്റ്റും റേഡിയോ ആക്റ്റീവ് വേസ്റ്റും ഒഴിച്ചുള്ള ബാക്കി ഏതൊരു സബ്സ്റ്റൻസും, അത് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതാവട്ടെ, കത്തുന്നതാവട്ടെ, ഇഗ്നൈറ്റബിൾ ആയിട്ടുള്ളതാവട്ടെ, ടോക്സിക് വിഷാംശമുള്ളത്, ഇൻഫെക്ഷ്യസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഹ്യൂമൻസിന്റെ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഇൻഫെക്ഷ്യസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതാവട്ടെ, ഇതിനെയാണ് മെയിൻ ആയിട്ട് ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്യുന്നത് നമ്മൾ കളക്ട് ചെയ്ത വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടോ, സ്റ്റോർ ചെയ്യാത്തത് കൊണ്ടോ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൂടെയോ, ഡിസ്പോസ് ചെയ്യുന്നതിലൂടെയോ ആവാം ഈ ഒരു ഹസാർഡസ് വേസ്റ്റ് ഫോം ചെയ്യുന്നത്. സോ ഇംപ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്പോസൽ വഴി ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കുന്ന റിയാക്റ്റീവ് ആയിട്ടുള്ള, കത്തുന്ന, ഇഗ്നൈറ്റബിൾ ആയിട്ടുള്ള, വിഷാംശമുള്ള, ടോക്സിക് ആയിട്ടുള്ള, ഇൻഫെക്ഷ്യസ് ക്യാരക്ടറിസ്റ്റിക്, പകരുന്ന സ്വഭാവം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന ഏതൊരു വേസ്റ്റിനെയും ഹസാർഡസ് വേസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ ഡൊമസ്റ്റിക് വേസ്റ്റും ഉൾപ്പെടില്ല, റേഡിയോ ആക്റ്റീവ് വേസ്റ്റും ഉൾപ്പെടില്ല. സോ ഹസാർഡസ് വേസ്റ്റിൽ ഉൾപ്പെടാത്തത് ഡൊമസ്റ്റിക് വേസ്റ്റും റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളുമാണ്. ഹസാർഡസ് വേസ്റ്റിന്റെ പ്രധാനപ്പെട്ട 4 ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന് ഇഗ്നൈറ്റബിലിറ്റി ആണ്, അതായത് കത്തുന്ന സ്വഭാവം കാണിക്കാം. അത് റിയാക്ടിവിറ്റി, വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിട്ടോ വാട്ടർ ആയിട്ടോ എയർ ആയിട്ടോ അത് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് കൻ കോസ് റിയാക്ടിവിറ്റി. കൊറോസിവിറ്റി അതായത് ഇളകി പോകുന്ന, അതിനെയാണ് ഒരു കൊറോസിവിറ്റി എന്ന് പറയുന്നത്. കൊറോഷൻ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസുമായിട്ടോ റിയാക്ഷനിൽ വരുമ്പോൾ, റിലേഷനിൽ വരുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് കൊറോഷൻ ഓൺ ദാറ്റ് സർഫസ്, ദാറ്റ് ഇസ് കൊറോസിവിറ്റി.
ടോക്സിസിറ്റി, വിഷാംശമുള്ളത്. ഇതാണ് 4 ക്യാരക്ടറിസ്റ്റിക്സ്. ഹസാർഡസ് വേസ്റ്റിന്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇഗ്നൈറ്റബിലിറ്റി, റിയാക്ടിവിറ്റി, കൊറോസിവിറ്റി, ടോക്സിസിറ്റി. ഹസാർഡസ് വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി ഉപയോഗിക്കുന്ന 5 മെത്തേഡുകളാണ്. ഒന്ന് ലാൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, അതായത് ഏതെങ്കിലും മണ്ണിൽ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഴി എടുത്തിട്ട് അതിനകത്തൊക്കെ ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ലാൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ദെൻ ഇൻസിനറേഷൻ, കത്തിച്ചു കളയുക, ഇൻസിനറേഷൻ. ഡംപിങ് ഇൻ ദ സീ, കടലിൽ കൊണ്ടുപോയി കളയുക, വേറെ വഴിയില്ല, കടലാണ് ഏറ്റവും അവസാനത്തെ ഈ പറയുന്ന വേസ്റ്റ് ഡംപിങ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ, ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും കുഴിച്ചിടുക. ഡീപ് വെൽ ഇൻജെക്ഷൻ, ഉപയോഗശൂന്യമായി കിടക്കുന്ന മൈൻസുകളിലോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന വലിയ കിണറുകളിലോ ഒക്കെ കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ട് മൂടുക. ഡീപ് വെൽ ഇൻജെക്ഷൻ. ഞാൻ നിങ്ങൾക്ക് 2 ടെർമിനോളജീസ് ടൈപ്പ് ചെയ്യാം. ഞാൻ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ചോദിക്കാൻ സാധ്യത അങ്ങനെ 100% ഇല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് പഠിപ്പിക്കാം. ബയോ റെമഡിയേഷൻ. ബയോ റെമഡിയേഷൻ എന്താണ്? ബയോ റെമഡിയേഷൻ എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ബയോ റെമഡിയേഷൻ സോളിഡ് വേസ്റ്റിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഒന്നുകിൽ എയറിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എയറിന്റെ ആബ്സെൻസിൽ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി അതിനെ ഡിസ്പോസ് ചെയ്യുന്നതിനാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് യൂസസ് മൈക്രോ ഓർഗാനിസംസ് ടു ബ്രേക്ക് ഡൗൺ toxic and hazardous substance in a solid waste by aerobic or anaerobic means. അവിടെ ഓർത്തിരിക്കേണ്ടത് 3 പോയിന്റ്സ്. മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എയറോബിക് അല്ലെങ്കിൽ അനേറോബിക് കണ്ടീഷൻസിലായിരിക്കും ചെയ്യുന്നത്. ബ്രേക്ക് ഡൗൺ ഇൻ സ്മോൾ പാർട്ടിക്കിൾസ്. എന്തിനെ? ഈ പറയുന്ന സോളിഡ് ഹസാർഡസ് സബ്സ്റ്റൻസിനെ. സോ എന്താണ് ബയോ റെമഡിയേഷൻ എന്ന് ഓർത്തിരിക്കുക. ഇതൊരു സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡ് ആണ് ബയോ റെമഡിയേഷൻ. മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ട് എയറിന്റെ പ്രസൻസിൽ എയറോബിക് കണ്ടീഷനിലോ അല്ലെങ്കിൽ എയറിന്റെ ആബ്സെൻസിൽ അനേറോബിക് കണ്ടീഷൻസിലോ ഹസാർഡസ് ആയിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസിനെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടെർമിനോളജിയും കൂടെ ഓർത്തിരിക്കുക. ബയോ മൈനിങ്. എന്താണ് ബയോ മൈനിങ് എന്നുള്ളത്? മൈനിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോക്കുകളിൽ നിന്ന് എക്കണോമിക്കലായിട്ട് മെറ്റലുകൾ, ഇപ്പൊ അലൂമിനിയം ആവാം, അയൺ ആവാം, സിങ്ക് ആവാം, അങ്ങനെയുള്ള മെറ്റലുകളെ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡിനെ ബയോ മൈനിങ് എന്ന് പറയും. 2 കാര്യങ്ങളുണ്ട് ബയോ മൈനിങ്ങിൽ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് മൈൻസിൽ നിന്നുള്ള മൈൻ വേസ്റ്റിൽ നിന്നോ റോക്കുകളിൽ നിന്നോ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്ന് പറയും? ബയോ മൈനിങ് എന്ന് പറയും. ഇതേ ടെക്നിക്ക് തന്നെ നമ്മള് മെറ്റൽസ് കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻസ്, ഇപ്പൊ ഏതെങ്കിലും ഒരു സർഫസിൽ അല്ലെങ്കിൽ ഇപ്പൊ സോയിലിൽ ഒരു മെറ്റൽ പൊല്യൂഷൻ, കുറെ മെറ്റൽസ് ഡംപ് ചെയ്ത് അതിൽ നിന്ന് പൊല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ ആ സോയിലിൽ നിന്ന് ആ മെറ്റലിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി ആ പൊല്യൂഷൻ അവിടെ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പൊല്യൂഷൻ അവിടെ കൺട്രോൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയും നമ്മൾ ബയോ മൈനിങ് എന്ന് തന്നെ പറയും. സോ സിംപ്ലി ബയോ മൈനിങ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ആണ് ഉപയോഗിക്കുന്നത്. അതുവഴി മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് ബയോ മൈനിങ്. സോ ഓർത്തിരിക്കേണ്ട 2 വാക്ക് മൈക്രോ ഓർഗാനിസംസ് ആണ്, or microbes. Metal extraction,
mine waste or metal polluted surface. Okay. രണ്ടുമാണ് ഓർത്തിരിക്കേണ്ട രണ്ട് ടെർമിനോളജീസ്. സോളിഡ് വേസ്റ്റിൽ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും പോയിന്റ്സ് വേണോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെയാണ് മാഡം. ഞാൻ പ്രീവിയസ് ഇയർ എടുക്കുകയാണേ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം. പ്രീവിയസ് ഇയർ കാണുന്നുണ്ടോ? ഓക്കെ, ഞാനതൊന്ന് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുന്നത് കാണുന്നുണ്ടോ എന്ന് പറയണേ. കാണുന്നുണ്ടോ? യെസ് മാം, കാണുന്നുണ്ട്. 2019 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അതിന്റെ കൂടെ ആൻസറും ഇട്ടിട്ടുണ്ട്. ഇൻ ലാർജ് പാർട്സ് ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ ദ ഗ്രൗണ്ട് വാട്ടർ ഇസ് കണ്ടാമിനേറ്റഡ് ബൈ. സോ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ ഇത് ആ സമയത്ത് ന്യൂസ് പേപ്പറിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷനെ കുറിച്ച്. സോ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു മേജർ മെറ്റൽ ആണ് ആർസെനിക് എന്ന് പറയുന്നത്. ആർസെനിക്. സോ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ സോളിഡ് വേസ്റ്റിന്റെ ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്നുണ്ട്, ലീച്ചേറ്റ് കാരണം ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇവരിപ്പോ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഗ്രൗണ്ട് വാട്ടർ ഈസ്റ്റേൺ ഇന്ത്യ മെയിൻ ആയിട്ട് നമ്മുടെ ഒഡീഷ, അതുപോലെ ആന്ധ്രയുടെ മുകൾ ഭാഗം, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ റീജിയനിലൊക്കെ മെയിൻ ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ കാരണമാവുന്നത് ഏത് മെറ്റൽ ആണ്? ആർസെനിക് ആണ്. ആർസെനിക്. സോ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്ന മേജർ ആയിട്ടുള്ള മെറ്റൽസുകളാണ് ആർസെനിക്, ലെഡ്, യുറാനിയം. യുറാനിയം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത്തവണ. കാരണം 2020 ഒരു മാർച്ച് ഏപ്രിൽ സമയത്ത് യുറാനിയം കണ്ടാമിനേഷൻ, ഗ്രൗണ്ട് വാട്ടറിലുള്ള യുറാനിയം കണ്ടാമിനേഷൻ ഒരു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ യുറാനിയം കണ്ടാമിനേഷൻ ഓർത്തിരിക്കുക. യുറാനിയം കണ്ടാമിനേഷൻ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്ത സ്റ്റേറ്റുകള് ഇന്ത്യയിലെ ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് ഒന്ന് എഴുതിയെടുത്തോണം. ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല, ഞാൻ പറയുന്ന ഒന്ന് നോട്ട് ചെയ്തോണം. യുറാനിയം കണ്ടാമിനേഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ മെയിൻലി അഫക്റ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ജാർഖണ്ഡ്, ദെൻ ആന്ധ്രാപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, അത് UT ആണ്, യൂണിയൻ ടെറിട്ടറി ആണ്, തമിഴ്നാടു, പഞ്ചാബ് ആൻഡ് തെലങ്കാന. തമിഴ്നാടു, പഞ്ചാബ് ആൻഡ് തെലങ്കാന. എന്തുകൊണ്ടാണ് ഈ ഒരു യുറാനിയം കണ്ടാമിനേഷൻ ഈ സ്റ്റേറ്റുകളിൽ മേജർ ആയിട്ട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന റോക്സുകളിൽ കൂടുതലായിട്ട് യുറാനിയത്തിന്റെ എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു, അതിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് ഇത് ഗ്രൗണ്ട് വാട്ടറുമായിട്ട് മിക്സപ്പ് ചെയ്താണ് യുറാനിയം കണ്ടാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. സോ യുറാനിയം എന്താന്ന് നമുക്കറിയാം, ഇതൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. ഇതിന്റെ 2 മൈനുകളാണ് ഇന്ത്യയിലുള്ളത്, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ 2 യുറാനിയം മൈനുകൾ ഏതാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. I'll just write it here. ഒന്ന് ജാദുഗുഡ ജാർഖണ്ഡിലാണ്, ജാദുഗുഡ. നെക്സ്റ്റ് തുമലപ്പള്ളി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ 2 മെയിൻ യുറാനിയം മൈൻസ് ആണ് ജാദുഗുഡയും തുമലപ്പള്ളിയും.
സോ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ടത് യുറാനിയം കണ്ടാമിനേഷൻ ഏതൊക്കെ സ്റ്റേറ്റുകളാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ 2 യുറാനിയം മൈനുകൾ ഏതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ ആർസെനിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താജ്മഹൽ ഇസ് മെയിൻലി ത്രെറ്റൻഡ് ബൈ ഡിലിറ്റീരിയസ് എഫക്ട്സ് ഓഫ് ഏത് എലമെന്റിന്റെ അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടിന്റെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നത് ഡിലീറ്റീരിയസ് ആയിട്ടുള്ള എഫക്ട് കാരണമാണ് താജ്മഹലിന്റെ ബ്യൂട്ടി അഫക്ട് ചെയ്തത്, ത്രെറ്റൻ ചെയ്തിരിക്കുന്നത്. താജ്മഹലിന്റെ അടുത്ത് തന്നെ മധുര ഓയിൽ റിഫൈനറി എന്ന് പറയുന്ന ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. അതിൽ നിന്ന് വരുന്ന കെമിക്കൽ സ്മോക്കിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റും നൈട്രസ് ഓക്സൈഡ്സിന്റെ കണ്ടന്റും വളരെ കൂടുതലാണ്. ഇത് അവിടുത്തെ എയറുമായിട്ട് റിയാക്ട് ചെയ്യുകയും ആസിഡ് റെയിൻ ആയിട്ട് താഴേക്ക് വീഴുകയും അത് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന മാർബിളില് കെമിക്കൽ കാൽഷ്യം കാർബണേറ്റ് ആണ് മാർബിളില് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുകയും ആ വൈറ്റ് മാർബിൾസിനെ ഫെയ്ഡ് ആയിട്ട് യെല്ലോ കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇറ്റ് കോസസ് എ ത്രെറ്റൻ ടു ദ ബ്യൂട്ടി ഓഫ് താജ്മഹൽ. സോ താജ്മഹലിന് നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്ന ത്രെറ്റൻഡ് ആയിട്ടുള്ള ഡിലീറ്റീരിയസ് എഫക്ട് ഉണ്ടാക്കുന്ന എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം. 2 സ്റ്റേറ്റ്മെന്റ് 1 and 2 തന്നിട്ട് 1 ഉം 2 ഉം കറക്റ്റ് ആണ്, 1 കറക്റ്റ് ആണ്, 2 തെറ്റാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന എർത്ത് ക്വേക്ക് A is 5 on Richter scale and earthquake B is 8 on the same scale. ഒരേ സ്കെയിലിൽ A earthquake 5 Richter സ്കെയിലും B earthquake 8 Richter സ്കെയിലും ആണ്. Earthquake B has 1000 times the wave amplitude compared to A. earthquake B യില് 8 ആണ്. സോ ഇറ്റ് ഈസ് 3 times more. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കണക്ക് എത്രയാണ്, അതിന്റെ ഇരട്ടിയിലാണ് പറയുന്നത്. സോ എയിൽ 5 ആണെങ്കിൽ ബിയിൽ ഡെഫിനറ്റ്ലി എന്ത് തന്നെ ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് 1000 ടൈംസ് കൂടുതൽ തന്നെ ആയിരിക്കും. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് റൈറ്റ് ആണ്, നമുക്കറിയാം. Then statement 2, the energy released in B is 3 times that of A. The energy released in B is 3 times that of A. 3 times അല്ല, 1000 times that of A ആണ് ഈ പറയുന്ന ബിയിൽ റിലീസ് ചെയ്തിരിക്കുന്ന എനർജി. ഓക്കെ, so 3 times that of A എന്ന് പറയാൻ പറ്റുമ്പോൾ 10,000ലേക്ക് പോകും. It's not that, it's 1000 times that of A. So statement 1 correct ആണ്, എന്നാൽ statement 2 incorrect ആണ്. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ +2ന്റെ ജോഗ്രഫി ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട്. ആ ടെക്സ്റ്റിനകത്ത് എർത്ത് ക്വേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, വോൾക്കാനോ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കാറുള്ളത് ആ ടെക്സ്റ്റിൽ നിന്നാണ്. സോ ടെക്സ്റ്റ് ചുമ്മാ ഒന്ന് പറ്റുമെങ്കിൽ വായിച്ചിട്ട് പോവാം. അതിനകത്ത് എർത്ത് ക്വേക്ക് ചാപ്റ്ററും വോൾക്കാനോ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്റർ പറ്റുമെങ്കിൽ അത് വായിച്ചിട്ട് പോവാം. The efficiency of electrical power generation is least amongst the following sources of energy in case of. തന്നിരിക്കുന്നതിൽ ഏതിലാണ് ഇലക്ട്രിക്കൽ പവർ ജനറേഷന്റെ എഫിഷ്യൻസി ഏറ്റവും കുറഞ്ഞ എഫിഷ്യൻസിയിൽ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിയോ തെർമൽ ആണ്. ഏറ്റവും കൂടുതൽ എഫിഷ്യൻസിയിൽ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ ആണ്. നമ്മൾ കോമൺ തിങ്കിങ് മതി, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം സോളാറിൽ എന്തായാലും സോളാറിലും ഇല്ല നല്ല രീതിയിൽ നമ്മൾ ഇന്ത്യയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയറിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ജിയോ തെർമൽ നമ്മൾ 2 സ്ഥലത്താണ്, ഒന്ന് പുഗ വാലിയിലും പിന്നെ ഒന്ന് മണികിരണിലുമാണ് നമ്മൾ ചെയ്യുന്നത്. സോ ജിയോ തെർമൽ വളരെ കുറവാണ്. സോ എഫിഷ്യൻസി ജിയോ തെർമലിന് കുറവാണ്. ഇന്ത്യയിലെ 2 ജിയോ തെർമൽ പവർ പ്ലാന്റ്സുകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുഗ വാലി ലഡാക്ക്, രണ്ടാമത്തേത് മണികിരൺ, ഹിമാചൽ പ്രദേശ്. 2 ഓർത്തിരിക്കും. ഇന്ത്യയിലെ 2 ജിയോ തെർമൽ പവർ പ്ലാന്റ്സ് പുഗ വാലി ലഡാക്കും മണികിരൺ ഹിമാചൽ പ്രദേശുമാണ്. അടുത്ത 2018 ക്വസ്റ്റ്യൻസ് ആണ്. Choose the word which is different from the rest. Choose the word which is different from the rest. ഒരു 4 ഹിൽസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഇതിനകത്ത് നമുക്കറിയാം ശിവാലിക് ഹിൽസ്, ആരവലി ഹിൽസ്, നീൽഗിരി ഹിൽസ്, ഇത് 3ഉം ഇന്ത്യയിലാണ്. എന്നാൽ മൗണ്ട് കിളിമഞ്ചാരോ അത് ടാൻസാനിയയിലാണ്, ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ടാൻസാനിയയിലുള്ള മൗണ്ടൻ ആണ് മൗണ്ട് കിളിമഞ്ചാരോ. സോ ഡിഫറെന്റ് ആയിട്ടുള്ളത് മൗണ്ട് കിളിമഞ്ചാരോ ആണ്.
നെക്സ്റ്റ്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ദ ട്രോപ്പിക്കൽ വെസ്റ്റേൺ ഗട്ട്സ് ആർ സിറ്റുവേറ്റഡ്? നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 6 സ്റ്റേറ്റുകളിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു കണ്ടിന്യൂസ് മൗണ്ടെയിൻ സിസ്റ്റം ആണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് വെസ്റ്റേൺ ഗട്ട്സ് ഉള്ളതെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ദ ട്രോപ്പിക്കൽ വെസ്റ്റേൺ ഗട്ട്സ് ആർ സിറ്റുവേറ്റഡ്. ഓക്കെ, ഇതിൽ കേരളയാണ് ട്രോപ്പിക്കൽ വെസ്റ്റേൺ ഗട്ട്സ് കേരളയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം തമിഴ്നാടു, കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇതാണ് 6 സ്റ്റേറ്റുകൾ. ഓപ്ഷനിൽ ഗുജറാത്തും തന്നിട്ടുണ്ട്. പക്ഷെ ഗുജറാത്തിൽ കുറച്ച് ഭാഗത്തേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവർ അന്ന് ആൻസർ കീയിൽ കേരള കൊടുത്തിരുന്നത്. സോ ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ആൻസർ കീയിൽ ആദ്യം അവർ കേരളയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് ക്ലെയിമിംഗ് വന്നിട്ടുണ്ടായിരുന്നു ഗുജറാത്തും പാർട്ട് അല്ലേ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, സോ എന്തായാലും ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ട്രോപ്പിക്കൽ വെസ്റ്റേൺ ഗട്ട്സ് സിറ്റുവേറ്റഡ് 6 സ്റ്റേറ്റുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആ സ്റ്റേറ്റ് ഒന്നുകൂടെ പറയാം മാഡം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു. കേരള, തമിഴ്നാടു. Okay. ഈ വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആണ് സ്കൈ ഐലൻഡ്സുകൾ എന്ന് പറയുന്നത്. സ്കൈ ഐലൻഡ്സ്, സ്കൈ ഐലൻഡ് അതായത് ഒരു മൗണ്ടൈന്റെ ടോപ്പ്, ഏറ്റവും മുകളിൽ വരുന്ന ടോപ്പ് പൊസിഷൻ, ആ ഒരു പോയിന്റഡ് റീജിയനെ സറൗണ്ട് ചെയ്ത് ക്ലൗഡ്സ് കാണും. അപ്പൊ ആ ക്ലൗഡ്സിന്റെ മുകളിൽ ആ പോയിന്റഡ് പൊസിഷൻ മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ആ പൊസിഷനെയാണ് നമ്മൾ സ്കൈ ഐലൻഡുകൾ എന്ന് പറയുന്നത്. ക്ലൗഡ്സിന്റെ മുകളിൽ ആ മൗണ്ടൈന്റെ ടോപ്പ് പൊസിഷൻ മാത്രം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിനെയാണ് സ്കൈ ഐലൻഡ്സ്. സോ സ്കൈ ഐലൻഡ്സ് കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെസ്റ്റേൺ ഗാട്സിലാണ്. Next, അടുത്ത question. The annual range of temperature in the interior of the continent is high as compared to coastal areas. What is or are the reasons? ഇതും ഒരു അനലിറ്റിക്കൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഇതാണ്. അതായത് ഇന്റീരിയർ പോർഷൻ, കോണ്ടിനെന്റ്സിന്റെ ഉൾഭാഗങ്ങളിൽ ആനുവൽ, ഒരു വർഷത്തിന്റെ ഇടയിൽ വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഒന്നുകിൽ ഇപ്പം ജാനുവരിയിലെ ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ, പോട്ടെ ജാനുവരി വേണ്ട, ഒരു ജൂലൈ ഓഗസ്റ്റിലെ ടെമ്പറേച്ചർ ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ, ഒരു മാർച്ച് ഏപ്രിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് വരും ഇന്റീരിയർ റീജിയനിൽ. ആ ഒരു ആനുവൽ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റൽ ഏരിയസിൽ അത്രയും വരില്ല. കോസ്റ്റൽ ഏരിയാസിൽ ചിലപ്പോൾ അതൊരു 22 ഡിഗ്രി സെൽഷ്യസ്, 27 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീസൺ, ഒരു രീതിയിൽ ടെമ്പറേച്ചറിന്റെ ആനുവൽ റേഞ്ച് ഡിഫർ ചെയ്യുന്നത്? അതാണ് ഒരു ചോദ്യം. ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാൻഡും വാട്ടറും തമ്മിലുള്ള ടെമ്പറേച്ചർ. ഇപ്പം വെള്ളം നമുക്ക് വളരെ പെട്ടെന്ന് ലാൻഡ് വളരെ പെട്ടെന്ന് ചൂടാവും, പക്ഷെ വെള്ളം വളരെ പതുക്കെ ചൂടാവുള്ളൂ. ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ലാൻഡിൽ തമ്മിൽ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും, പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തണുക്കും. പക്ഷെ വെള്ളം അങ്ങനെയല്ല, വെള്ളം കുറച്ച് സമയം എടുത്തിട്ട് അത് തണുക്കുള്ളൂ. ആ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട്, ആ തെർമൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് വാട്ടർ, ഇതുകൊണ്ടാണ് ഇന്റീരിയർ റീജിയൻസിൽ ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ ഡിഫർ ചെയ്യുന്നത്. നമ്മൾ റിന്യൂവബിൾ സോഴ്സസ് നമ്മൾ പഠിച്ച സാധനമാണ്. A source of renewable power which can be developed with a minimum cost. അതായത് വളരെ കുറച്ച് മുതൽ മുടക്ക് ഇട്ടുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റിന്യൂവബിൾ പവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൻഡ് മിൽസ്.
വിൻഡ് മിൽസ് ആണെങ്കിൽ എന്താ, നമുക്ക് ഒരു ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. വിൻഡ് ഫാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, അതിനുള്ള സ്ഥലം കണ്ടെത്തണം, അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടുള്ള കാറ്റാടി യന്ത്രങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, സോ അവിടെ ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലാണെന്ന് അറിയാം. ടൈഡൽ പവർ ഒബ്വിയസ്ലി കടലുമായിട്ടുള്ളതാണ്, അപ്പൊ അതുപോലെ നമുക്ക് ടെക്നോളജിക്കൽ ഇൻപുട്സ് കൊടുക്കേണ്ടി വരും. ദെൻ ജിയോ തെർമൽ എനർജി തീർച്ചയായിട്ടും വേണം, കാര്യം എർത്തിന്റെ ഇന്റീരിയറിൽ നിന്നാണ് നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ ഇൻപുട്സ് കൂടുതലായിട്ട് അവിടെ ഇടേണ്ടി വരും. ബയോമാസ് പവർ വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ ഈ പറഞ്ഞ കണക്ക് ഒരു ബയോമാസ് വെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ബയോമാസ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ബയോമാസ് പവർ ആണ്. So how much carbon is being added to the atmosphere by burning of fossil fuels? ഈ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചോണം. അറ്റ്മോസ്ഫിയറിൽ ഫോസിൽ ഫ്യൂവൽ ബേണിംഗ് കാരണം ഉണ്ടാവുന്ന കാർബണിന്റെ എമൗണ്ട് എത്രയാണ്? ഇറ്റ് ഇസ് 6 to 9 billion tons. 6 to 9 billion, billion, 6 to 9 billion tons. And natural vegetation of an area needs to be preserved for the future, mainly for the purpose of. ഇതായിരുന്നു ക്വസ്റ്റ്യൻ, ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഏരിയയിലുള്ള നാച്ചുറൽ വെജിറ്റേഷൻ നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി പ്രിസർവ് ചെയ്ത് വെക്കണം. പ്രധാനമായും എന്തിനു വേണ്ടി? ഇറ്റ് ഇസ് ഫോർ പ്രൊവൈഡിങ് മെറ്റീരിയൽ ഫോർ ബ്രീഡിംഗ് ന്യൂ സ്പീഷ്യസ്. നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പീഷ്യസിന് അവരുടെ അടുത്ത ജനറേഷനെ സസ്റ്റെയിൻ ചെയ്യിക്കാൻ പറ്റും, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. സയന്റിസ്റ്റിന് പഠിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വെർച്വൽ മെത്തേഡ്സിൽ പറ്റും. സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. മൾച്ചിങ് പോലുള്ള മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കവറിംഗ് പോലുള്ള മെത്തേഡ്സ് ഉണ്ട്, ടെറസ് ഫാമിംഗ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഹാബിറ്റാറ്റ് ഫോർ ബേർഡ്സ്, നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൊവൈഡിങ് മെറ്റീരിയൽ ഫോർ ബ്രീഡിംഗ് ഓഫ് ന്യൂ സ്പീഷീസ്, അതിന് നാച്ചുറൽ വെജിറ്റേഷൻ എക്സിസ്റ്റ് ചെയ്തേ പറ്റൂ. 2018 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന പേപ്പർ 1 നമ്മുടെ ഏരിയയിൽ നിന്ന് ചോദിക്കാണ്. മിനിമം 3 ക്വസ്റ്റ്യൻസ്, മാക്സിമം 5. അവർ എന്തായാലും 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ ചില ഇയേഴ്സിൽ അവർ 3 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ അടുത്ത് നടന്ന 2016, 17, 18, 19 അവർ 5 ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഫോർമലി അതായത് ഒഫീഷ്യലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് പറയുന്ന പേര് എന്താണ്? നമ്മൾ ആ ഹെഡിങ് അതുപോലെ പഠിച്ചതാണ് PPT-യിൽ. ട്രാൻസ്ഫോമിംഗ് അവർ വേൾഡ് 2030 അജണ്ട. ട്രാൻസ്ഫോമിംഗ് അവർ വേൾഡ് 2030 അജണ്ട. ഓക്കെ. ദെൻ earthquake. സോ earthquake നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം, കാര്യം earthquake നമ്മളിപ്പോ കണ്ടു 2-3 ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. earthquake an earthquake of a magnitude in the range 6 to 6.9 on the Richter scale is considered. നമ്മൾ റിച്ചർ സ്കെയിൽ പഠിച്ചു എന്താണ് മാഗ്നിറ്റ്യൂഡ്. earthquake-ന്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ടുള്ളതാണ് റിച്ചർ സ്കെയിൽ. എന്നാൽ earthquake-ന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള സ്കെയിലാണ് മെർക്കാലി സ്കെയിൽ. സോ നിങ്ങളെ പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ആൻസർ സ്ട്രോങ് ആണ്, അതായത് 5.5 to 6 അതാണ് ഒരു റേഞ്ച്. 5.5 to 6. 5.5 to 6. അത് മോഡറേറ്റ് ആണ്. 5.5 to 6.5 ആണ്. 5.5 to 6.5 മോഡറേറ്റ് ആണ്. 5.5 to 6.5 മോഡറേറ്റ് ആണ്. 7 to 7.9. 7 to 7.9 മേജർ ആണ്. 7 to 7.9 മേജർ ആണ്. 8 and above ഗ്രേറ്റ് ആണ്. ഗ്രേറ്റ്. സോ ഇനി ഇതിന്റെ ഇടയിൽ വരുന്നതാണ് ഈ പറയുന്ന 6.9 വരുന്നത്.
അത് 6.5 to 6.9 അല്ലെങ്കിൽ 6 to 6.9 എന്നൊക്കെ പല സ്കെയിലും പറയുന്നുണ്ട്. ജനറൽ ആയിട്ട് 6.5 to 7 6.5 to 7 ആണ് സ്ട്രോങ്. 6.5 to 7 ആണ് സ്ട്രോങ്. 7 to 7.9 മേജർ. 8 and above great. Okay. So intensity അളക്കുന്നത് മെർക്കാലി സ്കെയിൽ എർത്ത്ക്വേക്കിന്റെ, മാഗ്നിറ്റ്യൂഡ് അളക്കുന്നത് റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിലിന്റെ വാല്യൂസ് എന്ന് ഓർത്തിരിക്കുക. ഈ പറയുമ്പോൾ 5.5 to 6.5 6 അല്ലെങ്കിൽ 6.5 വരെയാണെങ്കിൽ അത് മോഡറേറ്റ് ആണ്. ഈ 6.5 to 7 വരെ സ്ട്രോങ്, 7 to 7.9 മേജർ, 8 and above great. Frequent episodes of dense smog in winter season in the national capital region can be attributed to. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഇടയ്ക്ക് കാണാറുള്ളതാണ്, ന്യൂഡൽഹിയിൽ ഭയങ്കരമായിട്ട് മൂടൽമഞ്ഞ് സ്മോഗിന്റെ പ്രശ്നം വരുന്നുണ്ട്. മെയിൻ ആയിട്ട് വിന്റർ സീസണിലാണ് കൂടുതൽ വരുന്നത്. സോ ഈ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഒരു വിന്റർ സീസണിൽ ഡെൻസ് സ്മോഗ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 കാരണങ്ങളും ഉണ്ട്. ഒന്ന് സ്റ്റബിൾ ബേണിംഗ്. അവിടെ വീറ്റ് കൾട്ടിവേഷൻ ഭയങ്കര കൂടുതലാണ്. ഹരിയാന, ഉത്തർപ്രദേശ് ആ റീജിയൻസിലൊക്കെ അവിടെ ഈ വിന്റർ സമയത്താണ് വീറ്റ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് റീപ്പ് ചെയ്യുന്നത്. സോ ആ സമയത്ത് റീപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ കുറ്റി അത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കുറ്റികൾ ഉണ്ടാവും. അതിനാണ് സ്റ്റബിൾസ് എന്ന് പറയുന്നത്. കുറ്റികളും അതിന്റെ ചെറിയ ചെറിയ വേസ്റ്റ്. ഈ സ്റ്റബിൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും. ഈ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ പർട്ടിക്കുലേറ്റ് മാറ്റർ പുറത്തേക്ക് വരുന്നു. ആ പർട്ടിക്കുലേറ്റ് മാറ്ററിന് ചുറ്റും വാട്ടർ പാർട്ടിക്കിൾസ് കണ്ടൻസ് ചെയ്യുന്നു. അതുവഴി അവിടെ സ്മോഗ് ഫോം ചെയ്യുന്നു. അതുപോലെ അവിടുത്തെ റൂറൽ ഹൗസ് ഹോൾഡുകളിൽ നിന്നുള്ള ബയോമാസ് ബേണിംഗ്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറകുകൾ ഉപയോഗിച്ച് കത്തിക്കുന്നു, ചാണക വിറകുകൾ ഉപയോഗിച്ച് കത്തിക്കുന്നു. സോ ഇതൊക്കെ ബയോമാസ് ബേണിങ്സ് ആണ്. അതും ഒരു റീസൺ ആണ് ഈ ക്യാപിറ്റൽ റീജിയനിൽ ഡെൻസ് സ്മോഗ് വിന്റർ സീസണിൽ ഉണ്ടാവാൻ. 3 ഒബ്വിയസ്ലി ട്രാൻസ്പോർട്ട് അല്ലെ. ഈ വെഹിക്കിൾസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുകകളിൽ പലതരത്തിലുള്ള പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും സൂട്ടുകളും ഒക്കെ പൊടിപടലങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കണ്ടൻസേഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടിക്കിൾസും ആണ്. അങ്ങനെ സ്മോഗ് ഉണ്ടാവാം. Then transboundary movement of pollutants. അതായത് ഈ പറയുന്ന ഡൽഹി റീജിയനിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ ഡൽഹി റീജിയന്റെ അകത്തേക്കോ പൊല്യൂട്ടൻസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യാം, ഈ സ്മോഗിനെ അഗ്രവേറ്റ് ചെയ്യാം. സോ ഇത് 4 ഓർത്തിരിക്കുക. ക്യാപിറ്റൽ റീജിയനിൽ ഫ്രീക്വന്റ് ആയിട്ട് വിന്റർ സീസണിൽ ഡെൻസ് സ്മോഗ് ഉണ്ടാവാനുള്ള കാരണം സ്റ്റബിൾ ബേണിംഗ്, ബയോമാസ് ബേണിംഗ് ഇൻ റൂറൽ ഹൗസ് ഹോൾഡ്സ്, ട്രാൻസ്പോർട്ട്, ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് pollutants. Municipal solid waste comprises of. നമ്മൾ ഇന്നിപ്പോ പഠിച്ചതേ ഉള്ളൂ. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കംപ്രൈസസ് ഓഫ്. എന്തൊക്കെയാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്? ഇത് 4 മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ വരുന്നതാണ്. ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഉണ്ട്, സാനിറ്റേഷൻ റെസിഡ്യൂ ഉണ്ട്, വേസ്റ്റ് ഫ്രം സ്ട്രീറ്റ്സ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ, ബിൽഡ് ചെയ്യുന്നതും ബിൽഡിംഗ് ഡിമോളിഷൻ നടത്തുന്നതും ഒക്കെ അതിന്റെ ഡെബ്രിസ് എന്താണ്? മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആണ്. സോ ആൻസർ 4 ആണ്. 1, 2, 3 and 4. As per the Indian government target for exploiting renewable energy sources, the percentage share of solar and wind energy in the total power generation from renewable energy sources by the year 2022 will be about. നമ്മളിത് പഠിച്ചതാണ്, പക്ഷെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കിയില്ല. നമ്മൾ പഠിച്ചു 2022 റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് എത്രയാണ്? 175 ജിഗാവാട്ട് ഓഫ് എനർജി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് സോളാർ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, ടൈഡൽ എനർജി എല്ലാം ഉണ്ട്. ഇതിൽ അവർ ചോദിച്ചിരിക്കുന്നത് സോളാർ ആൻഡ് വിൻഡ് എനർജി ആ 175 ജിഗാവാട്ടിന്റെ എത്ര പെർസെന്റേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്നാണ്. അതൊന്ന് ഓർത്തിരിക്കാൻ. 91.43%. അപ്രോക്സിമേറ്റ്ലി 91.43%. Approximately 91%. Approximately 91. അപ്പോൾ 91.43%. So 2022 റിന്യൂവബിൾ എനർജി ടാർഗറ്റ് എന്ന് പറയുന്നത് 175 ജിഗാവാട്ട് എന്ന് ഓർത്തിരിക്കുക. നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഒരു പ്ലാൻ കൊണ്ടുവന്നത്. ഇതിൽ സോളാർ ആൻഡ് വിൻഡ് എനർജി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് 91.43% ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 91% ആയിരിക്കും. ഓക്കെ.
ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലാസ്റ്റ് ഒരു ചാർട്ട് ഷെയർ ചെയ്ത് തന്നേക്കാം. എങ്ങനെയാണ് റിന്യൂവബിൾ എനർജിയുടെ പെർസെന്റേജും കാര്യങ്ങളും ഓരോന്നിൽ നിന്നും എത്ര വീതമാണ് അവർ ഉദ്ദേശിക്കുന്നത്. വിൻഡ് എനർജിയിൽ നിന്ന് സെപ്പറേറ്റ് എത്ര, അതുപോലെ തന്നെ സോളാർ എനർജിയിൽ നിന്ന് എത്ര. ഒന്ന് രണ്ട് പോയിന്റുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. 2020 ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള സോളാർ എനർജിയുടെ കപ്പാസിറ്റി എത്രയാണ്? ഇന്ത്യയുടെ സോളാർ എനർജി കപ്പാസിറ്റി ആസ് പെർ 2020 ഡേറ്റ അനുസരിച്ചാണെങ്കിൽ ഇതുവരെ ഇന്ത്യക്കുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 175 ജിഗാവാട്ടിൽ ഇന്ത്യ ഇതുവരെ അക്വയർ ചെയ്തിരിക്കുന്നത് 87 ജിഗാവാട്ട് ആണ്. സോളാർ എനർജിന്റെ 87 ജിഗാവാട്ട് ഇപ്പൊ ഇന്ത്യയുടെ കയ്യിലുണ്ട്. They can produce 87 gigawatt. വിൻഡ് എനർജി, അടുത്തത് വിൻഡ് എനർജി. വിൻഡ് എനർജി ആണെങ്കിൽ ഇറ്റ് ഇസ് 37.7 ജിഗാവാട്ട്. 37.7 ജിഗാവാട്ട് ആണ് വിൻഡ് എനർജി. സോളാർ എനർജി ഇതുവരെ ഇന്ത്യയുടെ പ്രൊഡ്യൂസ്ഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 87 ജിഗാവാട്ടും വിൻഡ് എനർജി 37.7 ജിഗാവാട്ടും ആണ്. Which of the following state is going to have India's first national rail and transportation university? നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ വഡോദരയിലാണ്. ഗുജറാത്തിലെ വഡോദര. Which of the following types of natural disasters has no definite beginning and end? Which of the following types of natural disasters has no definite beginning and end? നമ്മൾ പഠിച്ചു ഡ്രൗട്ട്. പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് മുതൽ ഡ്രൗട്ട് ഒരു 6 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡ്രൗട്ട് തീർന്നു. അങ്ങനെ ഒരു ഇതല്ല. ഡ്രൗട്ട് എന്ന് പറയുന്നത് വളരെ ഗ്രാജുവൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്ന് അത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ഡ്രൗട്ട് എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനിറ്റ് എൻഡിങ്ങും ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം അത് തീരുന്നില്ല. വളരെ ഗ്രാജുവൽ ആയിട്ട് മാത്രമേ അത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. സോ ഡ്രൗട്ട് ആണ് ഉത്തരം. ആ വർഷം ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. Then, in terms of their contribution, the total power generation in India, identify the correct sequence of energy sources. TPP അങ്ങനെ അവർക്ക് ഓരോന്നും ഷോർട്ട് ഫോം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് TPP എന്ന് പറഞ്ഞാൽ തെർമൽ പവർ പ്ലാന്റ്സ്, ദെൻ ലാർജ് ഹൈഡ്രോ പവർ പ്രോജക്ട്സ് ആണ് LHP, ന്യൂക്ലിയർ എനർജി NE, റിന്യൂവബിൾ എനർജി RE. ഈ റിന്യൂവബിൾ എനർജിക്കകത്ത് സോളാർ എനർജി ഉണ്ടാവും, വിൻഡ് എനർജി, ബയോമാസ് ആൻഡ് സ്മോൾ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകളും ഉണ്ടാവും. സോ ഈ ഒരു സീക്വൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ടോട്ടൽ പവർ ജനറേഷൻ ഓഫ് ഇന്ത്യയുടെ സീക്വൻസിങ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏത്, ഏറ്റവും കുറവ് ഏതെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പ് എന്ന് പറയുന്നത് തെർമൽ പവർ പ്രോജക്റ്റുകളാണ്, തെർമൽ പവർ പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതൽ. അതിനേക്കാൾ കുറച്ച് കുറവാണ് റിന്യൂവബിൾ എനർജി, അതിനേക്കാൾ കുറവാണ് ലാർജ് ഹൈഡ്രോ പവർ പ്രോജക്ട്സ്, ഏറ്റവും കുറച്ച് എനർജി ജനറേഷൻ ആ കമ്പാരിസണിൽ ഏറ്റവും കുറവ് ന്യൂക്ലിയർ എനർജിയാണ്. പക്ഷെ ഏറ്റവും എഫിഷ്യന്റ് ന്യൂക്ലിയർ എനർജിയുമാണ്. സോ തെർമൽ പവർ പ്ലാന്റ്സ്, ദെൻ റിന്യൂവബിൾ എനർജി, അതിനേക്കാൾ കുറവാണ് ലാർജ് ഹൈഡ്രോ പവർ പ്രോജക്ട്സ്, അതിനേക്കാൾ കുറവാണ് ന്യൂക്ലിയർ എനർജി. Next question. Assertion. Indoor air pollution is serious hazard. The dispersal of, and the reason ആണ് indoor air pollution ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ്. Reason. The dispersal of air pollutants is rather limited in indoor environment. ശരിയാണ് അല്ലെ? കാര്യം ഇൻഡോർ എയർ പൊല്യൂഷൻ ഇപ്പൊ ഒരു വീട്ടിലൊരു റൂമിന്റെ അകത്തിരിക്കുന്നു, അതിനകത്തുള്ള എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആണ്. കാരണം അത് ആ റൂമിൽ ഇരിക്കുന്ന ആളുകളെ ആയിരിക്കും ഏറ്റവും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുക. ഇപ്പൊ ഇതൊരു പുറത്തെ എൻവയോൺമെന്റിലാണെങ്കിൽ ആ എയർ പൊല്യൂട്ടൻസ് ആ എയറിലേക്ക് ഡിസ്പോസ്ഡ് ആയി നല്ല രീതിയിൽ അത് എന്ത് ചെയ്യും,
എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ആ എയറിനകത്തേക്ക് സർക്കിൾ ചെയ്യണം, ഡിസ്പോസ് ചെയ്യും. പക്ഷെ റൂമിനകത്താകുമ്പോൾ റൂമിനുള്ളിൽ തന്നെ ഇതിന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സീരിയസ് ഹസാർഡുകൾ ഉണ്ടാക്കാം. അതാണ് ഇതിന്റെ ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ശരിയാണ്, ഇൻഡോർ എയർ പൊല്യൂഷൻ ഒരു സീരിയസ് ഹസാർഡ് ആണ്. അതിനൊരു സീരിയസ് ഹസാർഡ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ ഉള്ളിലുള്ള എൻവയോൺമെന്റിൽ എയർ പൊല്യൂട്ടൻസിന് ഡിസ്പോസ് ചെയ്യാൻ, അതിനകത്ത് അതുമായിട്ട് ഇപ്പൊ വലിയൊരു ഏരിയയിലേക്കാണ് ഡിസ്പോസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വലിയ ഏരിയയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യും. ഇത് ആ റൂമിനുള്ളിൽ മാത്രമേ ഡിസ്പോസ് ചെയ്യുള്ളൂ, സ്പ്രെഡ് ചെയ്യുള്ളൂ. സോ സ്പ്രെഡിങ് വളരെ കുറവായിരിക്കും. അപ്പൊ ഉള്ള ആളുകളിലെ തന്നെ കൂടുതൽ അത് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. Which of the following is considered as major source of pollution in rivers in India? ഇന്ത്യയിലെ മേജർ റിവർ പൊല്യൂഷന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള റീസൺ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അൺറെഗുലേറ്റഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ട്, അൺട്രീറ്റഡ് വേസ്റ്റേജ് ഉണ്ട്, അഗ്രികൾച്ചറൽ റൺ ഓഫ് ഉണ്ട്, തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് അൺട്രീറ്റഡ് സ്വീവേജ് തന്നെയാണ് ഇന്ത്യയിൽ ഒരു മേജർ പൊല്യൂഷൻ, റിവർ പൊല്യൂഷന്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് അൺട്രീറ്റഡ് സ്വീവേജ് ആണ്. കാര്യം എല്ലാ ഭാഗത്തു നിന്നുള്ള ഓർഡറിൽ ഡ്രെയിനേജ് എല്ലാം വന്നു ചേരുന്നത് റിവേഴ്സും, ആ റിവേഴ്സ് നേരെ കടലിലേക്കുമാണ് ഡംപ് ചെയ്യുന്നത്. അഗ്രികൾച്ചറൽ റൺ ഓഫിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ അത് കൂടുതലായിട്ട് നദികളിലേക്ക് വന്ന് ചേരുന്നുള്ളൂ. തെർമൽ പവർ പ്ലാന്റ്സ് എണ്ണം വളരെ കുറവാണ്, പിന്നെ അത് ട്രീറ്റഡ് ആയിട്ടായിരിക്കും റിവേഴ്സിലേക്ക് ഡംപ് ചെയ്യുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നിന്നും എമൗണ്ട് ഓഫ് വാട്ടർ, ഈ പറയുന്ന പൊല്യൂട്ടൻ വാട്ടർ കുറവായിരിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് അൺട്രീറ്റഡ് സ്വീവേജിൽ നിന്നാണ് പൊല്യൂഷന്റെ മെയിൻ സോഴ്സ്. ഞാൻ 2017 ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നത് വായിക്കാം. PPT നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് is critical to well-being of human society. Sustainable development is critical to the well-being of human society. ശരിയാണല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വളരെ ആവശ്യമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് എൻവയോൺമെന്റലി സൗണ്ട് പോളിസീസ് do not harm the environment or deplete the natural resources. അതാണ് പറയുന്ന റീസൺ. പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? എൻവയോൺമെന്റലി സൗണ്ട് പോളിസീസ്, അതായത് ഒരു എൻവയോൺമെന്റിൽ ഒരു മൈനിങ് നടക്കുന്നുണ്ട്, പക്ഷെ അത് ആവശ്യമാണ്, കാരണം ഡെവലപ്മെന്റിന് അത് വേണം. പക്ഷെ ഡു നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓർ ഡിപ്ലീറ്റ് ദ നാച്ചുറൽ റിസോഴ്സസ്. ഡിപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്, മൈൻ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് റിസോഴ്സ് എടുക്കുന്നുണ്ട്. അതിന് ചുറ്റുമുള്ള ഏരിയാസിൽ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാവാം. അത് ഈവൻ എത്രത്തോളം എൻവയോൺമെന്റലി ആണെങ്കിലും. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഡെവലപ്മെന്റും സസ്റ്റൈനബിലിറ്റിയും ഒരുമിച്ച് പോകാത്തൊരു വാക്കാണ്. പക്ഷെ നമ്മുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ അജൻഡാസിനും പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസിനും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ അട്രോസിറ്റീസ് കുറയ്ക്കാനുമായിട്ടാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വാക്കിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്. കാര്യം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു റോഡ് വരുന്നു, ആ റോഡ് വരണമെങ്കിൽ അതിന് വഴിയിലുള്ള മരങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സോയിൽസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അവിടെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള റോഡ് വരുന്നു, പക്ഷെ അതൊരു സസ്റ്റൈനബിൾ ആണ്, സുസ്ഥിരമാണോ? അല്ല. കാരണം ആ റോഡ് വരാൻ വേണ്ടി അവിടെ നിന്നുള്ള മരങ്ങളെയും ഈ പറഞ്ഞ സോയിൽസിനെയും ഒക്കെ ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം മിനിമൽ എമൗണ്ടിലാക്കാം, അതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കലും എത്ര സൗണ്ട് പോളിസീസ് ആണെങ്കിലും അത് എൻവയോൺമെന്റിനെ ഹാം ചെയ്യാതിരിക്കുകയോ നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്ലീറ്റ് ചെയ്യാതെയോ ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ടും ചെയ്യുന്നില്ല. So answer both A and R are correct ആണ്, but R is not the correct explanation of A. അടുത്ത question. The dominant source of pollution due to oxides of nitrogen in urban areas. നൈട്രോജൻ ഓക്സൈഡ്, നൈട്രോജന്റെ ഓക്സൈഡ്സ് കാരണം അർബൻ ഏരിയാസിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മെയിൻ സോഴ്സ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഒബ്വിയസ്ലി കൊമേഴ്ഷ്യൽ സെക്ടർ ആണ്. കൊമേഴ്ഷ്യൽ സെക്ടർ. എന്തുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ സെക്ടർ എന്ന് പറയുന്നത്? അറിയോ? ഉത്തരമില്ല?
ഇന്ത്യയിൽ തന്നെയല്ല വേൾഡിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നൈട്രജൻ ഓക്സൈഡ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അഗ്രികൾച്ചർ ആണ്. പക്ഷെ urban ഏരിയാസിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഓക്സൈഡ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഏരിയാസ് ആണ്. കാരണം ഈ കൊമേഴ്ഷ്യൽ ഏരിയാസ് അസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന മിക്കവാറും ഉള്ള പ്രോഡക്റ്റുകളിൽ അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നൈട്രജൻ ഓക്സൈഡ്സിന്റെ എലമെന്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അതൊരു പെസ്റ്റിസൈഡ്സിൻ്റെതാവാം, അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസേഴ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടാവാം. എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഷോപ്സിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ, ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റിൽ നിന്നുണ്ടാവാം. ദെൻ അവിടെ കൊണ്ടുപോയി കൊമേഴ്ഷ്യൽ സെക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ സെക്ടേഴ്സിൽ നിന്നുണ്ടാവാം. സോ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഓക്സൈഡ് അർബൻ ഏരിയാസിൽ പൊല്യൂട്ടൻ സോഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സെക്ടർ ആണ്. എന്നാൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ് പൊല്യൂഷൻ സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. ഫെർട്ടിലൈസേഴ്സ് ആണ് അതിന്റെ മെയിൻ റീസൺ. ഫെർട്ടിലൈസേഴ്സ് ഇതിപ്പം അർബൻ ഏരിയാസിലാണ് കൊമേഴ്ഷ്യൽ സെക്ടർ, ഇൻ ജനറൽ ആണെങ്കിൽ അത് അഗ്രികൾച്ചർ സെക്ടർ ആണ്. Which of the following is not a waterborne disease? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഡെങ്കു ഒരു മൊസ്കിറ്റോ റിലേറ്റഡ് ഡിസീസ് ആണ്. ബാക്കി മൂന്നും waterborne diseases ആണ്. Then India government targets of power production from small hydro projects by the year 2022. Small hydroelectric projects by the year 2022 എത്ര എമൗണ്ട് ആണ് ഇന്ത്യ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു 175 ജിഗാവാട്ടിൽ 91.43% ആണ് സോളാർ ആൻഡ് വിൻഡ്. 2022 വാട്ട് സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിൽ നിന്ന് അവർ ഫോക്കസ് ചെയ്യുന്നത് 5 ജിഗാവാട്ട് ആണ്. 5 ജിഗാവാട്ട്. ഞാൻ ആ ചാർട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. അതിനകത്ത് ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂസ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 5 ജിഗാവാട്ട് ആണ്. Then in which country the recent international agreement on phasing out of hydrofluorocarbons was signed? നമ്മളിത് പഠിച്ചിരുന്നു. മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെതും ക്യോട്ടോ പ്രോട്ടോകോളും ഒക്കെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിഗാലി അമെൻമെന്റ് എന്ന് പറഞ്ഞിട്ട്, റുവാണ്ടയുടെ ക്യാപിറ്റലായ കിഗാലി അമെൻമെന്റ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസിന്റെ ഫേസിങ് ഔട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചു. ആ കിഗാലി എന്ന് പറയുന്നത് റുവാണ്ടയുടെ ക്യാപിറ്റലാണ്. അത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് ആ വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇൻ വിച്ച് കൺട്രി ദ റീസെന്റ് ഇന്റർനാഷണൽ അഗ്രിമെന്റ് ഓൺ ഫേസിങ് ഔട്ട് ഓഫ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് വാസ് സൈൻഡ്? റുവാണ്ടയുടെ ക്യാപിറ്റലായി കിഗാലിയിൽ വെച്ച് നടന്ന കിഗാലി അമെൻമെന്റ് ആണത്. Then which of the following natural hazards is not hydrometeorological? അതായത് കാലാവസ്ഥയും ജലവും രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഹൈഡ്രോമെറ്റീരിയോളജിക്കൽ എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് ഹൈഡ്രോമെറ്റീരിയോളജിക്കൽ കോസ് അല്ലാത്ത നാച്ചുറൽ ഹസാർഡ്? സ്നോ അവലാഞ്ച് നമുക്കറിയാം അല്ലെ? സ്നോ അവലാഞ്ച് എന്താന്ന് നമ്മൾ പഠിച്ചു. സ്നോ അവലാഞ്ച് സ്നോ കവേർഡ് ഏരിയാസിൽ ഉണ്ടാവുന്നതാണ്. അതിന്റെ മെയിൻ റീസൺ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ടെമ്പറേച്ചർ ഡിഫറൻസും, അതുപോലെ സ്നോ വാട്ടർ കണ്ടന്റ് ഉണ്ട്. സോ വാട്ടർ ആൻഡ് മെറ്റീരിയോളജിക്കൽ റിലേറ്റഡ് ആണ് സ്നോ അവലാഞ്ച്. ട്രോപ്പിക്കൽ സൈക്ലോൺ ഒബ്വിയസ്ലി ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ ഡിഫറൻസും അതൊരു ലാർജ് വാട്ടർ ബോഡി ഓഷ്യൻസിലോ സീസിലോ ഉണ്ടാവുന്ന ഒരു ഹൈഡ്രോമെറ്റീരിയോളജിക്കൽ ഹസാർഡ് ആണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. 3 സുനാമി. ഡെഫിനറ്റ്ലി സുനാമി ആണ്. എന്താണ് കാരണം? earthquake എന്ന് പറയുന്ന ഒരു റീസണും, അതുപോലെ തന്നെ അത് വാട്ടറിൽ ഓഷ്യനിലാണ് ഉണ്ടാവുന്നത്. earthquake കാരണം അവിടെ ഉണ്ടാവുന്ന പ്രഷർ ഡിഫറൻസും എന്തിനെ ചെയ്യുന്നുണ്ട്? മെറ്റീരിയോളജിക്കൽ കണ്ടീഷനെ അഗ്രവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ കോസ് സുനാമി. അപ്പൊ ഇതിനകത്ത് ഹൈഡ്രോമെറ്റീരിയോളജിക്കൽ അല്ലാത്ത ഹസാർഡ് സീ ഇറോഷൻ ആണ്. സീ ഇറോഷൻ ആണ് അല്ലെ? കാരണം കടലിന്റെ ഇപ്പം ബീച്ച് ഇറോഷൻ അല്ലെങ്കിൽ കടൽ തീരത്തുള്ള ഏതെങ്കിലും ക്ലിഫിന്റെ ഇറോഷൻ, ഇതൊന്നും ഒരിക്കലും ഒരു ക്ലൈമറ്റ് റീസൺ കാരണം ഉണ്ടാവുന്നതല്ല. വെള്ളം റീസൺ ആണ്, ബട്ട് ക്ലൈമറ്റ് മെറ്റീരിയോളജിക്കൽ റീസൺ കാരണം ഉണ്ടാവുന്ന ഹസാർഡ് അല്ല. ഓഗസ്റ്റ് 2016 അതൊരു റീടെസ്റ്റ് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആർസനിക് പൊല്യൂഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഇൻ ബംഗ്ലാദേശ് ആൻഡ് പാർട്സ് ഓഫ് ഇന്ത്യ ഇസ് ഡ്യൂ ടു, നമ്മൾ പറഞ്ഞു ഈസ്റ്റേൺ ഇന്ത്യയിലെ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന ഒരു മെയിൻ എലമെന്റ് ആണ് അല്ലെങ്കിൽ മെറ്റൽ ആണ് ആർസനിക് എന്ന് പറയുന്നത്. ഇവിടെ ഈ ആർസനിക് എവിടെ നിന്നാണ് വരുന്നത്? അവിടെയുള്ള നാച്ചുറൽ റോക്കുകളിൽ നിന്നാണ് വരുന്നത് അല്ലെ? സോ ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും ആർസനിക് പൊല്യൂഷൻ, ഗ്രൗണ്ട് വാട്ടറിന്റെ ആർസനിക് പൊല്യൂഷന് കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ സോഴ്സസ് തന്നെയാണ്. റോക്ക്, നാച്ചുറൽ ആയിട്ടുള്ള റോക്കിൽ നിന്ന് തന്നെയാണ്, നാച്ചുറൽ സോഴ്സസ്. Then among the following air pollutants which directly impacts human health as well as climate,
ക്ലൈമറ്റിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന എയർ പൊല്യൂട്ടന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഹ്യൂമൻ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്? ഹ്യൂമൻ ഹെൽത്തിനെ അധികം എഫക്ട് ചെയ്യുന്നില്ല, പക്ഷെ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഓസോൺ ഡിപ്ലീഷൻ സംഭവിച്ച് അതുവഴി അൾട്രാവയലറ്റ് റേഡിയേഷൻ പുറത്തേക്ക് വരാൻ അത് കാരണമാവുന്നുണ്ട്. ഹ്യൂമൻ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഹ്യൂമൻ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഹെൽത്തിന് അങ്ങനെ നെഗറ്റീവ് എഫക്ട് ഇല്ല, ബട്ട് ഇറ്റ് എഫക്ട് ക്ലൈമറ്റ്. സോ ഇത് രണ്ടും ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ക്ലൈമറ്റിനെ അത് എഫക്ട് ചെയ്യുന്നില്ല, ഹ്യൂമൻ ഹെൽത്തിനെയും മോണുമെന്റ്സ് പോലുള്ള സംഭവങ്ങളെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഇറ്റ് ഡസന്റ് എഫക്ട് ക്ലൈമറ്റ്. ആസിഡ് റെയിന്റെ ഒരു പാർട്ട് ആണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റിംഗ് ക്ലൈമറ്റ്. ബട്ട് സൂട്ട്, പൊടിപടൽ, സോറി കേട്ടോ, നല്ല പനി ഉണ്ടായിരുന്നു, അതിന്റെ ചുമ ഇടയ്ക്ക് വരുന്നുണ്ട്. സൂട്ട് എന്ന് പറയുന്നത് പൊടിപടലങ്ങളാണ്. ഇത് ക്ലൈമറ്റിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ഹെൽത്തിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അതായത് കറുത്ത പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊടിപടലങ്ങൾ അത് സ്മോഗ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. ഈ പൊടിപടലങ്ങൾക്ക് ചുറ്റും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സറൗണ്ട് ചെയ്ത് കണ്ടൻസ് ചെയ്ത് സ്മോഗ് ഉണ്ടാവാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് വരുന്ന റേഡിയേഷനെ ടെറസ്ട്രിയൽ റേഡിയേഷനെ തിരിച്ചു പോകാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്ട് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുക. ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കുക. സോ ഹ്യൂമൻ ഹെൽത്തിനെയും ക്ലൈമറ്റിനെയും ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്ന പൊല്യൂട്ടന്റ് ആണ് സൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, the problems of environmental sustainability are difficult to resolve. എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ആവശ്യത്തിനുള്ള നോളജ് ഇല്ല. അതായത് എങ്ങനെയാണ് എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ഡിഫറെന്റ് ഹ്യൂമൻ ചോയ്സസ് എഫക്ട് എൻവയോൺമെന്റ് ഇസ് ഇനാഡിക്വേറ്റ്. എൻവയോൺമെന്റിനെ കുറിച്ചും അതിൽ ഹ്യൂമൻസിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുമുള്ള നമ്മുടെ പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലങ്ങൾ റിസോൾവ് ചെയ്യാൻ പറ്റാത്തത്. ഇതാണ് റീസൺ പറയുന്നത്. ശരിയാണ്. സോ ആൻസർ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. The percentage share of electrical power from solar energy in the total electric power generation from all renewable energy sources sought to be achieved by Indian government by the year 2022. So നമ്മൾ വാല്യൂസ് പഠിച്ചു. സോളാറും വിൻഡും കൂടെ ആണെങ്കിൽ അത് 91.43% ആണ്. 5 GW ആണ് സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ സോളാർ എനർജി മാത്രമായിട്ട് എത്ര പെർസെന്റേജ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് 2022 ടാർഗറ്റില്. അത് 57.1%, approximately 57.1%. അടുത്ത ക്വസ്റ്റ്യൻ, as part of intended, ഞാനിത് പഠിപ്പിച്ചാണ്, as part of intended nationally determined contributions, Indian government through additional forest cover and tree cover has resolved to create an additional carbon sink by the year 2030 to the extent of, ഇത്രയേ ഉള്ളൂ. INDCയിൽ നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസിനകത്ത് ഫോറസ്റ്റ് കവറും ട്രീ കവറും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എത്ര ടൺസ് ഓഫ് കാർബൺ സിങ്ക് അല്ലെങ്കിൽ എത്ര അഡീഷണൽ കാർബൺ സിങ്ക് ആണ് 2030 ഇന്ത്യ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചതാണ് 2.5 to 3 billion tons. 2.5 to 3 billion tons. Which of the following is a meteorological hazard? Which of the following is a meteorological hazard? നേരത്തെ ക്വസ്റ്റ്യൻ, which of the following is not a hydrometeorological hazard? ഇവിടെ ചോദിച്ചിരിക്കുന്നത് which of the following is a meteorological hazard? So coastal erosion ഒരു meteorological hazard അല്ല എന്ന് നമുക്കറിയാം.
ലാൻഡ് സ്ലൈഡ് ഒരു ഹൈഡ്രോ മീറ്ററോളജിക്കൽ ഹസാർഡ് ആണെന്ന് അറിയാം അല്ലെ. വെള്ളത്തിന്റെ കൂടുതലായിട്ട് ഫ്ലഡ് വാട്ടറോ അല്ലെങ്കിൽ അവിടെ ഉണ്ട് സോളിഫ്ലക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ് ലാൻഡ് സ്ലൈഡ്. അവലാഞ്ചിയും അതുപോലെ തന്നെ എന്താണ് ഒരു ഹൈഡ്രോ മീറ്ററോളജിക്കൽ ഹസാർഡ് ആണ്. സോ ഒരു മീറ്ററോളജിക്കൽ ഹസാർഡ് ഏതാന്ന് ചോദിച്ചാൽ അത് ബ്ലിസാർഡ് ആണ്. ബ്ലിസാർഡ്. ഞാനിപ്പോ ഈ PPT എഴുതുന്ന വാല്യൂസ് ഒന്ന് എടുത്ത് ഓർത്തിരിക്കാം. 100 GW ആണ് 2022 കൂടി സോളാറിൽ നിന്നുള്ള ടാർഗറ്റ്. 100 GW which is equal to 57.1% അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. സോളാറിൽ നിന്ന് 100 GW, വിൻഡിൽ നിന്ന് 60 GW ആണ്. വിൻഡിൽ നിന്ന് 60 GW, 10 GW ആണ് ബയോമാസിൽ നിന്ന്. 10 GW ബയോമാസിൽ നിന്ന്, 5 GW ആണ് 5 GW ആണ് സ്മോൾ ഹൈഡ്രോ പവറിൽ നിന്ന്. സ്മോൾ ഹൈഡ്രോ പവർ. സോ ഇത്രയും വാല്യൂസ് ഒന്ന് പഠിച്ചിട്ട് പോയിക്കോണേ, ഇൻ കേസ് ഹെൽപ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. സ്മോൾ ഹൈഡ്രോ പവറിൽ നിന്ന് 5 GW. സോ ബൈ 2022 ടാർഗറ്റുകളാണ് ഈ പറയുന്നത്. 2022 ടാർഗറ്റ്സ് ആണ്. റിന്യൂവബിൾ എനർജിയിൽ നിന്നുള്ള ടാർഗറ്റ്സ് ആണ്. 175 ആണ് ടോട്ടൽ ടാർഗറ്റ്. എന്നിട്ട് പഠിപ്പിച്ചാൽ നിങ്ങളെ അതിൽ ഓരോന്നിനും എത്രയാണ്. 100 GW ഉണ്ട്, 60 GW ഉണ്ട്, 10 GW, 5 GW. 60 ആണെങ്കിൽ വിൻഡ്, 10 ബയോമാസ്, 5 GW സ്മോൾ ഹൈഡ്രോ പവർ. ഓക്കെ. Identify the air pollutant in urban areas which irritates eyes and also respiratory tract of human beings. ഹ്യൂമൻ ബീങ്സ് ഞാൻ നിങ്ങൾക്ക് പൊല്യൂട്ടൻസും അതിന്റെ എഫക്ട് ഓൺ ഹ്യൂമൻ ഹെൽത്തും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു അർബൻ ഏരിയാസിൽ ഉണ്ടാവുന്ന എയർ പൊല്യൂട്ടൻസിൽ കണ്ണിന് പ്രശ്നവും അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ടിന് ഇഷ്യൂസും ഉണ്ടാക്കുന്ന എയർ പൊല്യൂട്ടന്റ് ഏതാണെന്നാണ്. പെർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്, ഓക്സൈഡ്സ് ഓഫ് നൈട്രോജൻ ഉണ്ട്, സർഫസ് ഓസോൺ ഉണ്ട്, കാർബൺ മോണോക്സൈഡ്. ഇതിന്റെ ഉത്തരം സർഫസ് ഓസോൺ ആണ്. അർബൻ ഏരിയാസിലെ ഒരു എയർ പൊല്യൂട്ടന്റ് ആണ് സർഫസ് ഓസോൺ. ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന പുകയിലാണ് ഈ സർഫസ് ഓസോൺ ഉള്ളത്. ഓക്കെ. സോ സർഫസ് ഓസോണിന്റെ സോഴ്സ് ട്രാൻസ്പോർട്ട്, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് ആണ്. ഇതൊരു അർബൻ എയർ പൊല്യൂട്ടന്റ് ആണ്. ഇറ്റ് കോസസ് ഇറിറ്റേഷൻ ടു ഐസ് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ്. Next, which of the following is the largest source of water pollution in major rivers in India? കണ്ടോ, repeated question വന്നിട്ടുണ്ട്. Which of the following is the largest source of water pollution in major rivers in India? Untreated sewage ആണ്. Untreated sewage. Untreated sewage. Then sustainable development goals have specific targets to be achieved by. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ് പഠിച്ചു. നമ്മൾ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പഠിച്ചു. ഓരോ ഗോൾസും എന്താണെന്ന് പഠിച്ചു. അത് കൊണ്ടുവന്നിരിക്കും യുണൈറ്റഡ് നേഷൻസ് ആണ് പഠിച്ചു. അതിന്റെ ഫോർമൽ നെയിം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് ദ വേൾഡ് 2030 ആണ്. സോ 2030 ആണ് ഇതിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഇയർ. Then Indian government targets of producing power from biomass by the year 2022. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ബയോമാസിൽ നിന്ന് എത്രയാണ്? 10 GW ആണ്. നിങ്ങൾ യൂണിറ്റ്സ് ശ്രദ്ധിച്ചോണം. കണ്ടോ, ഇവിടെ എല്ലാം മെഗാവാട്ട് ആണ് തന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻസിൽ ഒന്നും തന്നെ റൈറ്റ് ആൻസർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരുന്നു. കറക്റ്റ് ആൻസർ 10 GW ആണ്. 10 GW. Assertion and reason type. Conserving our soil resources is critical to human survival. അല്ലെ, സോയിൽ റിസോഴ്സസ് കൺസേർവ് ചെയ്യാന്നുള്ളത് ഹ്യൂമൻ സർവൈവലിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നിട്ട് അവരൊന്ന് റീസൺ കൊടുത്തത് സോയിൽ ഇസ് ദ ഹോം ടു മെനി മൈക്രോ ഓർഗാനിസംസ് ആൻഡ് കണ്ടെയ്ൻസ് മിനറൽസ്. അതൊരു റീസൺ ആണോ? അല്ല. ഇപ്പൊ ഇവിടെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സോയിൽ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് അഗ്രികൾച്ചർ ക്രോപ്സ് എന്നൊക്കെ തരുവാണെങ്കിൽ അസേർഷന്റെ അതേ അസേർഷനുള്ള റീസൺ തന്നെയായിരിക്കും ഇത്. ഇവിടെ മൈക്രോ ഓർഗാനിസംസും മിനറൽസും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഹ്യൂമൻ സർവൈവലിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇല്ലല്ലോ. ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡയറക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്നുള്ള രീതിയിലാണ് തന്നിരുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു. സോ ആൻസർ ഇവിടെ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും 6 എയ്ക്കുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല.
അതൊരു ലോജിക്കൽ സെൻസിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ഇരുന്നിട്ട് ഈ അസോസിയേഷൻ റീസൺ വായിക്കുമ്പോൾ എക്സാം ഹാളിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കുക, തമ്മിൽ ചേരുന്നുണ്ടോ. ഇപ്പൊ രണ്ടും കറക്റ്റ് ആയിരിക്കാം, പക്ഷെ ഒന്നിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണോ, അതായത് അസോസിയേഷനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണോ റീസൺ തന്നിരിക്കുന്നത്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. World Meteorological Organization's objective has been to reduce the number of deaths due to hydrometeorological disasters over the decade 2010-19 by, അതായത് ഇത് ആ വർഷത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. സോ നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് ഒന്ന് നോക്കിയേക്കണം. കുറച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാം. സോ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. 1994നും 2003ക്കും ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഡെത്ത് ടോൾ, ഹൈഡ്രോമെട്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് കാരണം ഉണ്ടാകുന്ന മരണനിരക്ക് എത്ര ശതമാനമായിട്ടാണ് 2010-19 ഡിക്കേഡിൽ കുറയ്ക്കേണ്ടത് എന്നൊരു ഒബ്ജക്റ്റീവ് അവർക്കുണ്ടായിരുന്നു. ആ ശതമാനം എത്രയാണെന്ന് അവർ ചോദിക്കുന്നത്. അതായത് 1994-2003 ഇപ്പൊ 100 പേരാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ ഹൈഡ്രോമെട്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് കാരണം 2010-19 ആകുമ്പോൾ അത് 50 ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. അതായത് 50% റിഡക്ഷൻ ആണ് ഒരു ഫോക്കസ് ചെയ്തത്. ഡിസംബർ 2015 ക്വസ്റ്റ്യൻസ് ആണ്. ഇൻസൈഡ് റൂറൽ ഹോംസ് the source or sources of nitrogen oxide pollution may be. നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മിക്കവാറും വീടുകളിൽ എന്താണ് ഈ പറഞ്ഞ കെറോസിൻ സ്റ്റൗകളോ അല്ലെങ്കിൽ വിറകടുപ്പുകളോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം തന്നെ നൈട്രജൻ ഓക്സൈഡ് പൊല്യൂഷനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്. സോ മെയിൻ ആയിട്ട് റൂറൽ ഏരിയാസിൽ, റൂറൽ ഹോംസിൽ നൈട്രജൻ ഓക്സൈഡ് പൊല്യൂഷന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെറോസൺ ഹീറ്റേഴ്സ്, നമ്മുടെ മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൗകള്, വുഡ് സ്റ്റൗസ്, വിറകടുപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്, അൺവെന്റഡ് ഗ്യാസ് സ്റ്റൗസ്, അതായത് ഗ്യാസ് സ്റ്റൗസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെന്റിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത ഗ്യാസ് സ്റ്റൗസുകളാണെങ്കിൽ അതിൽ നിന്നുള്ള നൈട്രജൻ ഓക്സൈഡ് പൊല്യൂഷൻസ്. സോ മൂന്നും കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് അതിന്റെ ആൻസർ. Which of the following pollutants can cause cancer in humans? ഹ്യൂമൻസിൽ ക്യാൻസറിന് കാരണമാകുന്ന മേജർ പൊല്യൂട്ടൻസ് ഏതാണ് തന്നിരിക്കുന്നത്. ഇതില് ലെഡ് ക്യാൻസറിന് കാരണമാവുന്നുണ്ട്, പക്ഷെ ഇച്ചിരി ലിമിറ്റഡ് റേഞ്ചേ ഉള്ളൂ. ഓസോൺ ക്യാൻസറിന് കാരണമാവുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ സംഭവിച്ച് ആ ഓസോണിൽ പാളികൾ വിള്ളൽ വീണ് അതിൽ നിന്ന് UV റേഡിയേഷൻ വന്നിട്ടാണ് ക്യാൻസറിന് കാരണമാകുന്നത്. മെർക്കുറിക്ക് കാരണമാകുന്ന ഡിസീസ്, മെർക്കുറി കാരണം ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് മീനാമാത ഡിസീസ് ആണ്, ക്യാൻസർ അല്ല. പിന്നുള്ളത് പെസ്റ്റിസൈഡ്സ് ആണ്. ഒബ്വിയസ്ലി നമുക്കറിയാം, പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്, പല പെസ്റ്റിസൈഡ്സും ക്യാൻസറസ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കുന്നതാണ്. നെക്സ്റ്റ് അസോസിയേഷൻ ആൻഡ് റീസൺ. People's population control measures do not necessarily help in checking environmental degradation. പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് the relationship between population growth and environmental degradation is rather complex. അതായത് ഒരു പോപ്പുലേഷനും അതുപോലെ ഗ്രോത്തും അതുപോലെ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനകത്ത് പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടാം. സോ ഈ ഒരു പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ തടയാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പോപ്പുലേഷൻ കുറവാണെങ്കിൽ കൂടി ഉള്ള പോപ്പുലേഷൻ ഉള്ള ആളുകൾ തന്നെ എൻവയോൺമെന്റിനെ ഡീഗ്രേഡ് ചെയ്യാമല്ലോ, അതിന് സാധ്യത കൂടുതലാണ്, അതിനും സാധ്യതയുണ്ടല്ലോ. പോപ്പുലേഷൻ കൂടുതൽ സാധ്യത കൂടുമെന്നുള്ള അല്ലാണ്ട് അതൊരു പെർട്ടിക്കുലർ ഇതാവില്ല, അതൊരു പെർട്ടിക്കുലർ കോസ് ആവില്ല. സോ ഒരു റിലേഷൻഷിപ്പ് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ചെക്ക് ചെയ്യണമെന്നില്ല. സോ എയും ബിയും കറക്റ്റ് ആൻസർ, എയും ആറും കറക്റ്റ് ആണ്. ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എയുമാണ്. Which of the following phenomena is not a natural hazard? നമുക്കറിയാം വൈൽഡ് ഫയർ നമ്മൾ പഠിച്ചു, നാച്ചുറൽ ഹസാർഡ് ആണ്. ലാൻഡ് സ്ലൈഡ് നാച്ചുറൽ ഹസാർഡ് ആണ്. ലൈറ്റ്നിങ് നാച്ചുറൽ ഹസാർഡ് ആണ്. തണ്ടർ സ്റ്റോം നാച്ചുറൽ ഹസാർഡ് ആണ്. പക്ഷെ കെമിക്കൽ കണ്ടാമിനേഷൻ നാച്ചുറൽ ഹസാർഡ് അല്ല, അതൊരു ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ് ആണ്.
സോ ഏതാണ് നാച്ചുറൽ ഹസാർഡ് അല്ലാത്തപ്പോൾ എല്ലാ നാച്ചുറൽ ഹസാർഡിന്റെയും പേരുകളൊന്ന് പഠിച്ചു വെക്കുക. അതിനകത്ത് നമ്മൾ ഹൈഡ്രോളജിക്കൽ ഹസാർഡ്, ഇപ്പം ഫ്ലഡ് ഒരു ഹൈഡ്രോളജിക്കൽ ഹസാർഡ് ആണ്, ലാൻഡ് സ്ലൈഡ് ഒരു ഹൈഡ്രോളജിക്കൽ അല്ലെങ്കിൽ ഹൈഡ്രോമെറ്റോളജിക്കൽ ഹസാർഡ് ആണ്, സ്റ്റോം അവലാഞ്ച് ഒരു ഹൈഡ്രോമെറ്റോളജിക്കൽ ഹസാർഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. Then, as part of national climate change policy, India is planning to raise the installed capacity of renewable energy by the year 2030. 2022 ആണ് ചോദിച്ചിരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് 175 ജിഗാവാട്ട് ആണ്. പക്ഷെ 2030 എത്രയായിട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം, അതിനാണ് നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് പോളിസി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 350 ജിഗാവാട്ട് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2030 എന്നുള്ള വർഷം ഓർത്തിരിക്കുക. നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് പോളിസി അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് റിന്യൂവബിൾ എനർജി കൂട്ടാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് 350 ജിഗാവാട്ട്. Then at present, in terms of per capita energy consumption, ഒരു രാജ്യത്ത് ഓരോ വ്യക്തികളും പെർ ക്യാപിറ്റ എനർജി കൺസപ്ഷൻ കിലോ വാട്ട് അവർ പെർ ഇയർ എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇത് ഓർഡർ അങ്ങ് പഠിച്ചു വെക്കാം. ഏറ്റവും കൂടുതൽ എനർജി കൺസംഷൻ റഷ്യയിലാണ്, അത് കഴിഞ്ഞ് ചൈന, ദെൻ ബ്രസീൽ, ദെൻ ഇന്ത്യ. സോ റഷ്യ, ചൈന, ബ്രസീൽ, ഇന്ത്യ. ഇതേ ഒരു ഫോർമാറ്റ് നമ്മൾ കാർബൺ എമിഷന്റെ കാര്യത്തിൽ പഠിക്കുന്നുണ്ട് അവിടെ. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ ഉണ്ട്, ബ്രസീൽ ഇല്ല. പക്ഷെ ഓർഡറിന് ഒരു ചെറിയ മാറ്റം വരും. ഇത് പെർ ക്യാപിറ്റ എനർജി കൺസംഷൻ പെർ ഇയർ ആണ്. ഏറ്റവും കൂടുതൽ റഷ്യ, ദെൻ ചൈന, ദെൻ ബ്രസീൽ, ദെൻ ഇന്ത്യ. ജൂൺ 2015 in which of the countries per capita use of water is maximum? നമുക്കറിയാം USA ഒരു സിംഗിൾ രാജ്യമാണ്, ചൈന, ഇന്ത്യ. പക്ഷെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 28ഓളം രാജ്യങ്ങൾ ചേർന്ന ഒരു യൂണിയൻ ആണ്. അതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റ യൂസ് ഓഫ് വാട്ടർ ഏറ്റവും കൂടുതൽ ഉള്ളത് യൂറോപ്യൻ യൂണിയനിലാണ്. യൂറോപ്യൻ യൂണിയൻ ഓപ്ഷനിലില്ല, പകരം മറ്റൊരു രാജ്യമാണ് തന്നിട്ടുള്ളതെങ്കിൽ പെർ ക്യാപിറ്റ യൂസ് ഓഫ് വാട്ടർ ഏറ്റവും Then India's contribution to the total carbon dioxide emissions. മൊത്തം വേൾഡിലെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസിന്റെ എത്ര പെർസെന്റേജ് ആണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക? 6%. 6%. എനിക്ക് ക്ലിയർ ആവുന്നില്ല, ഒന്ന് ആരെ സംസാരിച്ചത് ആരാ? ആൽദോ, എനിക്കൊന്ന് മെസ്സേജ് ആയിട്ടിടൂ. എനിക്ക് തോന്നുന്നു മഴയുടെ പ്രശ്നം കൊണ്ടാന്ന് തോന്നുന്നു, നെറ്റിന്റെ പ്രശ്നം. എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആൽദോ, ക്യാൻ യു? യൂറോപ്യൻ കൺട്രി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് പറഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിൽ ചൈന. യൂറോപ്യൻ യൂണിയൻ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഉത്തരം ചൈനയാണ് വരുന്നത്. വേറെ ഏതെങ്കിലും രാജ്യങ്ങളായിരുന്നെങ്കിൽ ചൈന ആയിരിക്കും ഉത്തരം. ഓക്കെ, താങ്ക് യു. So India's contribution to the total carbon dioxide emissions is about 6%, and the value വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നു, 2.65 gigatons. 2.65 gigatons. 2.65 gigatons. Then two earthquakes, A and B, to be of magnitude 5 and 6 respectively on Richter scale. The ratio of the energies released, EB by EA, will be approximately 32. ഇതൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്, ഇത്തിരി ടഫ് ഉള്ള സംഭവമാണ്. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഒന്നോ രണ്ടോ കണക്ക് ഞാൻ ഇട്ട് തരാം. അപ്പൊ കണക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് EB by EA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ റിക്ടർ സ്കെയിലിൽ നിന്നുള്ള ഒരു വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ ഇത് ഡിവൈഡ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഒറ്റ തവണ ചോദിച്ചിട്ടുള്ളൂ. Which of the following combinations represent renewable natural resources?
ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് പക്ഷെ എഴുതാൻ പറ്റും. ഇത് ഒരെണ്ണത്തിൽ ചിലപ്പം ഏതെങ്കിലും ഒരു നോൺ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ 2 റിന്യൂവബിൾ ഒരു നോൺ റിന്യൂവബിൾ, ചിലപ്പോൾ 2 നോൺ റിന്യൂവബിൾ ഒരു റിന്യൂവബിൾ. ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫെർട്ടൈൽ സോയിലും ഫ്രഷ് വാട്ടറും നാച്ചുറൽ ഗ്യാസ്, ഇതിനകത്ത് നാച്ചുറൽ ഗ്യാസ് റിന്യൂവബിൾ അല്ല. ക്ലീൻ എയർ, ഫോസ്ഫേറ്റ്സ്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഫോസ്ഫേറ്റ്സ് റിന്യൂവബിൾ അല്ല. ഓയിൽ, ഫോറസ്റ്റ്, ടൈഡ്സ്, ഓയിൽ റിന്യൂവബിൾ അല്ല. പിന്നുള്ളത് ഏതാണ്? ഫിഷസ് റിന്യൂവബിൾ ആണ്. ഫെർട്ടൈൽ സോയിൽ ഒബ്വിയസ്ലി റിന്യൂവബിൾ ആണ്, കാലങ്ങൾ എടുക്കുന്നേ ഉള്ളൂ. ഫ്രഷ് വാട്ടർ റിന്യൂവബിൾ ആണ്. സോ ഓപ്ഷൻ 3 ആണ്. In recently launched air quality index in India, which of the following pollutants is not included? Air quality air quality index. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓരോ എലമെന്റ് കളർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റെഡ്, ഗ്രീൻ, യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കളർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കളർ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് സിവിയർ, വെരി പുവർ, പുവർ, മോഡറേറ്റ്, സാറ്റിസ്ഫാക്ടറി, അങ്ങനെ കുറെ കാറ്റഗറീസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ തന്നിരിക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പൊല്യൂട്ടന്റ് ഏതാന്ന് ചോദിച്ചാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് 8 പൊല്യൂട്ടന്റുകളെയാണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ 8 പൊല്യൂട്ടൻസിന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് particulate matter 10, particulate matter 10, PM10, then PM2.5, NO2, nitrogen dioxide, SO2, sulfur dioxide, CO, carbon monoxide, O3, ozone, NH3, ammonia, PB, lead, സോ 8 പൊല്യൂട്ടൻസിനെയാണ് ഇന്ത്യയുടെ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 8 പൊല്യൂട്ടൻസിന്റെയും പേരൊന്ന് പഠിച്ചു വെക്കുക. ഒന്ന് പെർട്ടിക്കുലേറ്റ് മാറ്റർ 10 അല്ലെങ്കിൽ ഫൈൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയും. അതുപോലെ പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ, ലെഡ്. ഈ 8 എണ്ണമാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഉള്ള പൊല്യൂട്ടൻസ്. സോ അതിനകത്ത് ഇല്ലാത്തത് ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ്. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിനകത്ത് 6 കളർ കാറ്റഗറീസ് ആണ് ഉള്ളത്. 6 കളർ കാറ്റഗറീസ് ആണ് ഉള്ളത്. 6 കളറിലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഡാർക്ക് റെഡ് ആണെങ്കിൽ അത് സിവിയർ എയർ ക്വാളിറ്റി ഡിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും കുറച്ചും കൂടെ ലൈറ്റ് റെഡ് ആണെങ്കിൽ വെരി പുവർ, ഓറഞ്ച് ആണെങ്കിൽ പുവർ, യെല്ലോ ആണെങ്കിൽ മോഡറേറ്റ്, അതുപോലെ ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ സാറ്റിസ്ഫാക്ടറി, ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഏറ്റവും ഗുഡ് എയർ ക്വാളിറ്റി. അങ്ങനെ 6 കളർ ഷെയ്ഡുകളാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ളത്. The factors which are most important in determining the impact of anthropogenic activities on environment. നമ്മൾ നേരത്തെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിനകത്തുണ്ട് ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്, നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്ന ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് ഒബ്വിയസ്ലി, ദെൻ അഫ്ലുവൻസ് പെർ പേഴ്സൺ ആൻഡ് ദ ടെക്നോളജി യൂസ്ഡ് ഫോർ എക്സ്പ്ലോയിറ്റിംഗ് റിസോഴ്സസ്. അല്ലെ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആന്ത്രോപോജനിക് ആയിട്ട് റിലേറ്റഡ് ആവണമെന്നില്ല, എപ്പോഴും ഫോറസ്റ്റ് കവർ ആവണമെന്നില്ല, ലാൻഡ് അവൈലബിൾ പെർ പേഴ്സൺ ആവണമെന്നില്ല. പക്ഷെ അഫ്ലുവൻസ് പെർ പേഴ്സണും ഉണ്ട്, ടെക്നോളജിയും ഉണ്ട്, പോപ്പുലേഷൻ ഗ്രോത്തും ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2020 ഇത് തന്നെയാണ് ഡേറ്റ. In terms of total carbon dioxide emissions from a country, identify the correct sequence. ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നത് ചൈന, അത് കഴിഞ്ഞ് USA, then India, then റഷ്യ. നമ്മൾ നേരത്തെ പെർ ക്യാപിറ്റ എനർജി കൺസംഷൻ പഠിച്ചു, അവിടെ റഷ്യ ആയിരുന്നു ടോപ്പ്.
ഇവിടെ പക്ഷെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണ് ഓരോ കൺട്രി വൈസ്. ഏറ്റവും കൂടുതൽ ചൈന, ദെൻ USA, ദെൻ ഇന്ത്യ, ദെൻ റഷ്യ. അഞ്ചാമതായിട്ട് വരുന്നത് ജപ്പാൻ ആണ്. റഷ്യ കഴിഞ്ഞാൽ ജപ്പാൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എൻവയോൺമെന്റൽ ഡേയ്സുകൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം. വേൾഡ് ഹെൽത്ത് ഡേ, നമ്മുടെ WHO നിലവിൽ വന്ന 7th April ആണ് വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. അതുപോലെ വേൾഡ് പോപ്പുലേഷൻ ഡേ നമുക്കറിയാം 1st July അല്ല, July 11th ആണ് വേൾഡ് പോപ്പുലേഷൻ ഡേ. ഓസോൺ ഡേ 16th September, AIDS ഡേ 1st December. Then വെറ്റ്ലാൻഡ് ഡേ ഒന്ന് ഓർത്തിരിക്കുക, February 2nd ആണ് വെറ്റ്ലാൻഡ് ഡേ. എൻവയോൺമെന്റൽ ഡേ June 5th. വേൾഡ് മൗണ്ടെയിൻ ഡേ ചോദിക്കുകയാണെങ്കിൽ December 11. മാം വെറ്റ്ലാൻഡ് ഏതായിരുന്നു? February 2. Then March 23 ആണെങ്കിൽ കാലാവസ്ഥാ ദിനമാണ്. സോറി, മെറ്റീരിയോളജിക്കൽ ഡേ. മെറ്റീരിയോളജിക്കൽ ഡേ ആണ് March 23. March 22 വാട്ടർ ഡേ, ജലദിനം. March 22 വാട്ടർ ഡേ. March 21 ആണെങ്കിൽ ഫോറസ്റ്റ് ഡേ. March 21 ഫോറസ്റ്റ് ഡേ. March 20 സ്പാരോ ഡേ, സ്പാരോ കുരുവി ദിനം. സ്പാരോ ഡേ, വേൾഡ് സ്പാരോ ഡേ ആണ് March 20. Okay. Which of the anthropogenic activities accounts for more than approximately 2/3 of global water consumption? വേൾഡിലെ മൊത്തം വാട്ടറിന്റെ 2/3 എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഫോർ അഗ്രികൾച്ചർ. ഫുഡ് സസ്റ്റൈനിങ്ങിന് വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറിന് വേണ്ടിയാണ് വേൾഡിലെ 2/3 ഗ്ലോബൽ വാട്ടർ കൺസംഷൻ നടക്കുന്നത്. Then one of the anthropogenic sources of gaseous pollutants, chlorofluorocarbons in air is. So ക്ലോറോഫ്ലൂറോകാർബൺസിന്റെ എമൗണ്ട് എയറിൽ കൂടാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്ത്രോപോജനിക് ആക്ടിവിറ്റി ഏതാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അത് ഫാം ഇൻഡസ്ട്രി ആണ്. ഫാം ഇൻഡസ്ട്രി ആണ് മേജർ സോഴ്സ് എന്ന്. ഇത് കൂടാതെ ഫാം ഇൻഡസ്ട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലോറോഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്യുന്നത് റെഫ്രിജറേറ്റേഴ്സിലും എയർ കണ്ടീഷണേഴ്സിലും ആണ്. അതുപോലെ എയറോസോൾ സ്പ്രേകളിൽ ഉപയോഗിക്കുന്നുണ്ട്. എയറോസോൾ സ്പ്രേസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഏവിയേഷൻ സെക്ടർ, എയർക്രാഫ്റ്റിന്റെ ഏവിയേഷൻ സെക്ടറിൽ ക്ലോറോഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചു. നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇല്ലാത്ത ഒരു പൊല്യൂട്ടന്റ് ആണ് ക്ലോറോഫ്ലൂറോ കാർബൺസ്. ഏറ്റവും കൂടുതൽ പ്രൈമറി ആയിട്ട് ക്ലോറോഫ്ലൂറോ കാർബൺസിന്റെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഫാം ഇൻഡസ്ട്രി ആണ്. ഇത് കൂടാതെ റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് AC-യിൽ നിന്ന് വരുന്നുണ്ട്, എയറോസോൾ സ്പ്രേയിൽ നിന്ന് വരുന്നുണ്ട്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്. ലഹാർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. അതായത് ചെളി, നമ്മുടെ വെള്ളവും ചെളിയും ലാവയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒഴുകി വരുന്ന ആ ഒരു മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ലഹാർ എന്ന് പറയുന്നത്. സോ ഇത് വോൾക്കാനിക് ഇറപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ലഹാർ. തന്നിരിക്കുന്നതിന് നമുക്ക് പറയാം സ്ട്രോങ് വാട്ടർ വേവ്സ് അല്ല, വിൻസ് അല്ല, സ്ട്രോങ് വിൻസ് ആൻഡ് വാട്ടർ വേവ്സ് അല്ല. ഇറ്റ് ഇസ് വോൾക്കാനിക് ഇറപ്ഷൻ. സോ ഇറപ്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് വാട്ടർ, സോയിൽ ആൻഡ് ലാവ. ഇതിനെയാണ് ലഹാർ എന്ന് പറയുന്നത്. Which of the following cities has been worst affected by urban smog in recent times? അതൊരു 2013-14 സമയത്ത് ഒരു urban smog ബീജിംഗിൽ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ആൻസർ ചെയ്ത് ബീജിംഗ് ആണ്. The primary source of organic pollution in freshwater bodies.
നേരത്തെ നമ്മൾ കണ്ടു റിവർ വാട്ടർ പൊല്യൂഷന്റെ മേജർ സോഴ്സ് ഏതാണെന്നുള്ളത്. അതിന് വേറൊരു രീതിയിൽ അത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്നുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അല്ലെ. വേറൊരു രീതിയിൽ ചോദിച്ചു എന്നുള്ളത് പ്രൈമറി സോഴ്സ് ഓഫ് ഓർഗാനിക് പൊല്യൂഷൻ ഫ്രഷ് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് സ്വീവേജ് എഫ്ലുവൻസ് തന്നെയാണ്. Then which one of the following greenhouse gases has the shortest residence in the atmosphere? ഏറ്റവും കുറഞ്ഞ കാലം അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ കഴിയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ലൈഫ് സ്പാൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതിന്റെ ഉത്തരം മീഥൈൻ ആണ്. ഇമ്പോർട്ടന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മീഥൈൻ ഉണ്ട്. മീഥൈന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 മുതൽ 28 വർഷം വരെയൊക്കെ ആയിരിക്കും മീഥൈൻ ഉണ്ടാവുക. പിന്നെ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. നൈട്രസ് ഓക്സൈഡിന്റെ ആണെങ്കിൽ ഏതാണ്ട് ഒരു 265 to 295 ആ ഒരു ഇയേഴ്സ് ആയിരിക്കും നൈട്രസ് ഓക്സൈഡിന്റെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ്ട് 100 ഇയേഴ്സിൽ മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ക്ലോറോഫ്ലൂറോ കാർബൺസും ഏകദേശം അത്ര തന്നെ ഉണ്ടാവും. സോ ഏറ്റവും കുറവെന്ന് പറയുന്നത് മീഥൈൻ ആണ്. ഏതാണ്ട് 20 to 28 ആയിരിക്കും മീഥൈൻ ഉണ്ടാവുക. Which of the following continents is at the risk of desertification? Sorry. Okay, ഇതാണ് question. In order to avoid catastrophic consequences of climate change, there is general agreement among the countries of the world to limit the rise in average surface temperature of Earth compared to that of pre-industrial times. ഒരു പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന്റെ നെഗോസിയേഷൻസ് ഒക്കെ നടക്കുന്ന സമയമാണ്. സോ ആ സമയത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് പ്രീ ഇൻഡസ്ട്രിയൽ ടൈംസിൽ നിന്ന് എത്രയായിട്ട് റെഡ്യൂസ് ചെയ്യണം, മിനിമൈസ് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് ആ ഒരു കൺസെൻസസ്. ഇറ്റ് ഇസ് 1.5 ഡിഗ്രി സെൽഷ്യസ് ടു 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമ്മൾ പറഞ്ഞിരുന്നു, ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. മാച്ച് ദ ഫോളോയിങ്. രണ്ട് ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫ്ലഡ്, ഡ്രൗട്ട്, എർത്ത് ക്വേക്ക്, വോൾക്കാനോ. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഫ്ലഡ് എക്സസ് റെയിനും അൺഈവൻ റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷനും കാരണമാണ് ഫ്ലഡ് ഉണ്ടാവുന്നത്. ഡ്രൗട്ട് ആണെങ്കിൽ നമുക്കറിയാം റെയിൻഫോൾ കുറവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സഫീഷ്യന്റ് ഡ്യൂറേഷനിൽ റെയിൻഫോൾ വരാത്തതുകൊണ്ട്. സോ B1 ആണ്. എർത്ത് ക്വേക്ക് ഇറ്റ്സ് എ ട്രെമർ ആണ്. ട്രെമർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാസേജ് ഓഫ് വൈബ്രേറ്ററി വേവ്സ് ത്രൂ ദ റോക്സ് ഓഫ് ദ എർത്ത്. വോൾക്കാനോ അറിയാം, ഇറ്റ് ഇസ് ആൻ event or event through which molten substances come out. അതാണ് volcano. So option A ആണ് അവിടെ right answer. And arrange the following books in chronological order in which they appeared. Use the code given below. ആ സമയത്ത് സൈലന്റ് സ്പ്രിംഗ് റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ, കുറെ സെമിനാർസും ന്യൂസസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ കോമൺ ഫ്യൂച്ചറിൻ്റെതും വന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആദ്യം വന്നത് സൈലന്റ് സ്പ്രിംഗ് ആണ്. സൈലന്റ് സ്പ്രിംഗ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് DDTയും അതുപോലെ പെസ്റ്റിസൈഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത തീമാണ് സൈലന്റ് സ്പ്രിംഗ്. അത് കഴിഞ്ഞ് വന്നത് ലിമിറ്റ്സ് ടു ഗ്രോത്ത്. അത് കഴിഞ്ഞ് അവർ കോമൺ ഫ്യൂച്ചർ, അവസാനം റിസോഴ്സ്ഫുൾ എർത്ത്. പിന്നെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇത് ഒരു തവണ ഈ ഒരു ടൈപ്പ് ചോദിച്ചിട്ടുള്ളൂ. Then which one of the following continents is at greater risk of desertification? So obviously Africa. കാരണം ആഫ്രിക്കയിൽ സഹാറ ഡെസേർട്ടും അതുപോലെ കലഹാരി ഡെസേർട്ടും രണ്ടും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ് ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാക്ക് ഓഫ് റെയിൻഫോൾ ആൻഡ് ഇൻസഫിഷ്യന്റ് റെയിൻഫോൾ, ലാക്ക് ഓഫ് ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ, ഇതൊക്കെ ഒരു റീസൺ ആണ്. Women are closer to nature than men. What kind of perspective is this? Okay. Women oriented ആയിട്ട് ഒരു എൻവയോൺമെന്റിനെ കുറിച്ച് പറയുന്നതാണ്. സോ ഇറ്റ് ഇസ് ഫെമിനിസ്റ്റ് ജോഗ്രഫി ആണ്. സോ ഏത് രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. Which one of the following is not a matter of global concern in the removal of tropical forest? Which one of the following is not a matter of global concern
the removal of tropical forest. നമ്മളിപ്പോൾ കാണുന്നുണ്ട് ബ്രസീലിൽ ഈ പറയുന്ന ആമസോൺ ഫോറസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അർജന്റീന റീജിയൻസിൽ പെറുവിലൊക്കെ വാസ്റ്റ് ആയിട്ട് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് അവരുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും ബിൽഡിംഗ് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട്. അപ്പൊ ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഗ്ലോബൽ കൺസേണിൽ വരാത്ത പ്രശ്നം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പൊ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് അറിയണം, ട്രോപ്പിക്കൽ ഫോറസ്റ്റിന് എങ്ങനെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് അറിയണം. അത് വെച്ച് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കാർബൺ സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആക്ട് ചെയ്യുന്നുണ്ട്, എയർ സർഫസ് ടെമ്പറേച്ചേഴ്സ്, മോയ്സ്ചർ കണ്ടന്റ്, റിഫ്ലക്ടിവിറ്റി ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റിയെ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. But it doesn't have any role in absorption of the chemicals that contribute to the depletion of ozone layer. ഇതാണ് ഉത്തരം അല്ലെ. ട്രോപ്പിക്കൽ ഫോറസ്റ്റിന് ഒരിക്കലും ഈ പറഞ്ഞ ക്ലോറോഫ്ലൂറോ കാർബൺസിനെയോ ഹൈഡ്രോഫ്ലൂറോ കാർബൺസിനെയോ അങ്ങനെ ഒന്നിനെയും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ഒരു കെമിക്കൽസിനെയും അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കില്ല. സോ ഇറ്റ് ഇസ് നോട്ട് എ കൺസേൺ ഓഫ് റിമൂവൽ ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. The most comprehensive approach to address the problem of man-environment interaction. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇന്ററാക്ഷനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ്. അത് അങ്ങനെ തന്നെ പഠിക്കാം. മാൻ എൻവയോൺമെന്റ് ഇന്ററാക്ഷനെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് ആണ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് അപ്രോച്ച്. കാരണം വാട്ടർഷെഡ് ഡെവലപ്മെന്റിലൂടെ ആ ഒരു ഏരിയയിലെ വാട്ടർ റിസോഴ്സിനെ റെഗുലേറ്റ് ചെയ്യാം, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാം, പവർ ജനറേഷനെ റെഗുലേറ്റ് ചെയ്യാം. സോ ഒരു മാൻ എൻവയോൺമെന്റ് ഇന്ററാക്ഷനുള്ള ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് ആണ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് അപ്രോച്ച്. ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. The major source of the pollutant gas carbon monoxide in urban areas. സോ അർബൺ ഏരിയാസിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അർബൺ ഏരിയാസിലുള്ള ഓരോ പൊല്യൂട്ടന്റിന്റെയും മേജർ സോഴ്സുകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ സർഫസ് ഓസോൺ, അർബൺ ഏരിയയിലെ സർഫസ് ഓസോണിന്റെ മേജർ സോഴ്സ് ചോദിച്ചാൽ അത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടർ ആണ്. നൈട്രസ് ഓക്സൈഡ് ചോദിക്കുകയാണെങ്കിൽ അത് കൊമേഴ്ഷ്യൽ സെക്ടർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അർബൺ ഏരിയയിലെ കാർബൺ മോണോക്സൈഡിന്റെ മെയിൻ സോഴ്സ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ തന്നെയാണ്. ഓക്കെ, 2013 the phrase tragedy of commons is in the context of, നമ്മൾ ആ സമയത്ത് ന്യൂസ് പേപ്പറിൽ വന്നുകൊണ്ടിരുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ ഓഫ്, നമുക്ക് ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആണെന്ന് തോന്നുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് അല്ല, ഡീഗ്രഡേഷൻ ഓഫ് റിന്യൂവബിൾ ഫ്രീ ആക്സസ് റിസോഴ്സസ്. റിന്യൂവബിൾ ഫ്രീ ആക്സസ് റിസോഴ്സസ്, അതായത് ഈ പറയുന്ന റിന്യൂവബിൾ എനർജീസിലേക്കുള്ള ഇത് നല്ലൊരു വാട്ടർ റിസോഴ്സ്, മിക്കവാറുള്ള വാട്ടർ റിസോഴ്സ് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സോയിൽ ഉണ്ടാകുന്ന റിന്യൂവബിൾ ആക്സസ് റിസോഴ്സസ്, സോയിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയറിന്റെ പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്ലൈമറ്റ് ചേഞ്ച്, മോൺട്രിയൽ ആണെങ്കിൽ അത് ഓസോൺ ഡിപ്ലീഷൻ ഓർത്തിരിക്കണം. ഹസാർഡ് വേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരെണ്ണമുണ്ട് ബേസൽ കൺവെൻഷൻ. സോ ഹസാർഡ് വേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ബേസൽ കൺവെൻഷൻ. Climate change Kyoto Protocol, ozone depletion, Montreal Protocol. Then, which of the following is a source of emissions leading to the eventual formation of surface ozone as a pollutant? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്, പക്ഷെ വേറെ രീതിയിൽ ചോദിച്ചേ ഉള്ളൂ. സർഫസ് ഓസോണിന്റെ മെയിൻ സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ആണ് സർഫസ് ഓസോണിന്റെ മെയിൻ സോഴ്സ്. കാർബൺ മോണോക്സൈഡും ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ആണ്. നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ സെക്ടർ ആണ്. ദെൻ സ്മോഗ്, ഇന്ത്യൻ സിറ്റീസിൽ നമ്മൾ പറഞ്ഞു വിന്റർ സീസണിൽ NCR-ലൊക്കെ സ്മോഗ് ഉണ്ടാവാറുണ്ട്. സോ മെയിൻ ആയിട്ട് സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. സ്മോക്ക് പ്ലസ് ഫോഗ്, സ്മോക്ക് പുകയും മഞ്ഞും കൂടെ ചേർന്ന് സ്മോക്ക് പ്ലസ് ഫോഗ് ആണ് സ്മോഗ്. സ്മോഗിനകത്ത് മെയിൻ ആയിട്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും അൺബേൺഡ് ഹൈഡ്രോ കാർബൺസും ആണ്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ്. Then, which of the following types of natural hazards have the highest potential to cause damage to humans? നമ്മൾ കണ്ടതാണ് അല്ലെ, ഫ്ലഡ്സും ഡ്രൗട്ട്സും ആണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ട് ഹ്യൂമൻസിന് ഡാമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന ഹസാർഡ്. വോൾക്കാനിക് എറപ്ഷൻ ഒരു ലിമിറ്റഡ് ഏരിയാസിലേക്കായിരിക്കും. ഫോറസ്റ്റ് ഫയർസ് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കൊരു ലിമിറ്റഡ് ഏരിയാസിലേക്കായിരിക്കും. എർത്ത് ക്വേക്സ് ആ ഒരു ഫോക്കൽ എവിടെയാണോ അതിന്റെ ഫോക്കസ് ആൻഡ് ഹൈപ്പോസെന്റർ ആ ഒരു ഏരിയയിലായിരിക്കും എർത്ത് ക്വേക്സ്. പക്ഷെ ഡ്രൗട്ട് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യും അല്ലെ.
അവിടുത്തെ അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യും, അതുമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ എഫക്ട് ചെയ്യും, അവരുടെ ലൈവ്ലിഹുഡിനെ എഫക്ട് ചെയ്യും, ഹെൽത്തിനെ എഫക്ട് ചെയ്യും, ഇൻകം എഫക്ട് ചെയ്യും. ഫ്ലഡ് സെയിം കണ്ടീഷൻ. സോ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഡാമേജസ് ഉണ്ടാക്കുന്ന ഹസാർഡ് ആണ് drought and flood. Then the percentage share of renewable energy sources in the power production of India is around. നമ്മൾ വേറൊരു രീതിയിൽ നേരത്തെ കണ്ടു അല്ലെ, 2016-17 നമ്മൾ കണ്ടു. അതായത് ഷെയർ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ പവർ ജനറേഷൻ ഏതൊക്കെയാണ്? തെർമൽ പവർ പ്ലാന്റ്സ്, അവിടുന്ന് റിന്യൂവബിൾ എനർജി, അവിടെ നമ്മൾ ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ്, ദെൻ ന്യൂക്ലിയർ എനർജി, അങ്ങനെ നമ്മൾ നോക്കിയായിരുന്നു. ഇവിടെ ഒരു ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പവർ പ്രൊഡക്ഷനിലെ റിന്യൂവബിൾ എനർജിയുടെ ഷെയർ എത്രയാണ്? 10 to 12%. 10 to 12%. Which of the following is the source of methane? ഒരു 4 എണ്ണം തന്നിട്ട് അതിനകത്ത് മീഥൈന്റെ സോഴ്സ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. വെറ്റ്ലാൻഡ്സ് ആണ്. ഓക്കെ, ഇത് കൂടാതെ പാഡി ഫീൽഡ് മീഥൈന്റെ സോഴ്സ് ആണ്. അതുപോലെ നോൺ വെജിറ്റേറിയൻ ഡയറ്റ്സ് അല്ലെങ്കിൽ റുമിനന്റ് ആനിമൽസ്, ഞാൻ വെറ്റ്ലാൻഡ്സ് എഴുതുന്നുണ്ട്. അതുപോലെ പാഡി ഫീൽഡ്സ് ഉണ്ട്, നോൺ വെജ് ഡയറ്റ് ഒരു സോഴ്സ് ആണ്, റുമിനന്റ് ആനിമൽസ്, ഇതൊക്കെ മീഥൈന്റെ മെയിൻ സോഴ്സുകളാണ്. മീനാമാത ഡിസാസ്റ്റർ നമ്മൾ പഠിച്ചു, ഡിസീസസ് പഠിച്ചു, മീനാമാത പഠിച്ചു, ഇറ്റായി പഠിച്ചു, ബ്ലാക്ക് ഫുഡ് ഡിസീസ് പഠിച്ചു, അതുപോലെ തന്നെ സിലിക്കോസിസ് പഠിച്ചു, അങ്ങനെയുള്ള ഡിസീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലംബിസം പഠിച്ചു. റുമിനന്റ് നമ്മുടെ അയവിറക്കത്തില്ലേ, പശു, കാള അങ്ങനെയുള്ളതല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് റുമിനന്റ് ആനിമൽസ്. ഓക്കെ, റുമിനന്റ് ആനിമൽസ്, അയവിറക്കുന്ന ആ ഒരു പശു ഒക്കെ വന്നു കിടന്ന് അയവിറക്കുന്ന കണ്ടിട്ടില്ലേ, അതിനാണ് റുമിനന്റ് ആനിമൽസ്. കാര്യം അതിന്റെ എല്ലാ ആവശ്യത്തിന് ഫുഡ് ഇൻടേക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും വന്നു കിടന്ന് സമാധാനമായിട്ട് സ്റ്റൊമക്കിൽ നിന്ന് ആ ഫുഡ് തിരിച്ചു കഴുത്തിന്റെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ചവച്ചാണ് അത് പിന്നീട് ഡൈജസ്റ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ സ്റ്റൊമക്കിൽ നിന്ന് മീഥൈനും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മീനാമാത ഡിസാസ്റ്ററിന് കാരണം മെർക്കുറി ആണ്. കാഡ്മിയം ആണെങ്കിൽ അവിടെ ഇറ്റായി ഓർമ്മയുണ്ടാവും, കാഡ്മിയം ഇറ്റായി ഡിസീസ് ആണ്. ലെഡ് ആണെങ്കിൽ പ്ലംബിസം. ആർസനിക് കാരണം വരുന്നതാണ് ബ്ലാക്ക് ഫുഡ് ഡിസീസ്. ബയോമാഗ്നിഫിക്കേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ ദ, എന്താണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലിവിങ് ഓർഗാനിസത്തിലേക്കും വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു പാഡി ഫീൽഡിൽ നമ്മൾ DDT വിതറിയെന്ന് വിചാരിക്കുക. ആ DDT ആ പാഡി ഫീൽഡിൽ നിന്ന് പാഡിക്കകത്ത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ആ പാഡി കഴിക്കുന്ന അല്ലെങ്കിൽ ആ കച്ചില് കഴിക്കുന്ന പശുവില് ആ DDT ചെയ്യുന്നുണ്ട്. ആ പാഡി ഫീൽഡിലുള്ള ഏതെങ്കിലും ഫിഷസിൽ അതിനകത്ത് DDTയുടെ ഇതുണ്ടാവും. ആ പാഡി ഫീൽഡിൽ നിന്ന് ഒഴുകി പോകുന്ന അഗ്രികൾച്ചറൽ റൺ ഓഫ് ഏതെങ്കിലും റിവർ വാട്ടറിൽ വന്ന് ഡംപ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഫിഷസിനകത്ത് ഈ DDT ഉണ്ടാവും. ഈ ഫിഷിനെ കൺസ്യൂം ചെയ്യുന്ന ഹ്യൂമൻസ്, അതുപോലെ തന്നെ പശുവിന്റെ പാല് കുടിക്കുന്നുണ്ട്, മീറ്റ് കഴിക്കുന്നുണ്ട് ഹ്യൂമൻസ്, ഈ പാഡി കഴിക്കുന്നുണ്ട്, ഈ നെല്ല് കഴിക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും വന്ന് ഇവരിൽ നിന്നെല്ലാം ഉള്ള DDT അവസാനം വന്ന് ഹ്യൂമൻസിനും അക്യൂമുലേറ്റ് ചെയ്യും. അതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ലിവിങ് ഓർഗാനിസത്തിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നഗോയ പ്രോട്ടോകോൾ നമ്മൾ പഠിച്ചു, ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നഗോയ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ ക്ലൈമറ്റ് ചേഞ്ച്, മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ഡിപ്ലേഷൻ, ബേസൽ കൺവെൻഷൻ ആണെങ്കിൽ ഹസാർഡസ് വേസ്റ്റ്. Then the second most important source after fossil fuels contributing to India's energy needs. നമ്മൾ തെർമൽ പവർ പ്ലാന്റ്സ് ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞു. തെർമൽ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ഫോസിൽ ഫ്യൂവൽസ് ആണ്, കോള് അതുപോലുള്ള നാച്ചുറൽ ഗ്യാസ് പോലുള്ള ഫോസിൽ ഫ്യൂവൽസ് ആണ്. അപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റില് ഇന്ത്യയില് പവർ ജനറേറ്റ് ചെയ്യുന്ന എനർജി നീഡ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആയ കോളും നാച്ചുറൽ ഗ്യാസ് ഒക്കെയാണ്. എന്നാൽ രണ്ടാമത്തെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ പവർ ആണ്. മൂന്നാമത്തേത് ന്യൂക്ലിയർ എനർജി. ഓക്കെ, പക്ഷെ ഇപ്പൊ ന്യൂക്ലിയർ എനർജിയും ഹൈഡ്രോ പവറിനേക്കാൾ കൂടുതലായിട്ട് റിന്യൂവബിൾ എനർജി രണ്ടാമത് വരുന്നുണ്ട്. ആ സമയത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഹൈഡ്രോ പവർ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ റിന്യൂവബിൾ എനർജി ആയിരിക്കാം. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് സോളാറും വിൻഡ് എനർജിയും രണ്ടും സെപ്പറേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടും കൂടെ എഴുതാൻ പറ്റത്തില്ല. ഇതിനകത്ത് രണ്ടിനകത്ത് തന്നെ ഡിഫറൻസ് വരും.
സോ ഹൈഡ്രോ പവർ ആണ് അങ്ങനെയാണെങ്കിൽ എഴുതേണ്ടത്. റിന്യൂവബിൾ എന്ന് മാത്രം ചോദിച്ചാൽ രണ്ടാമത്തെ സോഴ്സ് ഇപ്പോൾ റിന്യൂവബിൾ എനർജി ആണ്. In case of earthquakes, an increase of magnitude 1 on the Richter scale implies magnitude ഓരോ Richter scale കൂടുന്നതനുസരിച്ച് there will be a 10-fold increase in the amplitude of seismic waves. 10-fold increase ആയിരിക്കും ഓരോ Richter scale മാറുന്നതനുസരിച്ച്. Irritation on ice caused by the pollutant. Paracetyl nitrate എന്ന് പറഞ്ഞ പാൻ എന്ന് പറഞ്ഞ ഒരു പൊല്യൂട്ടന്റ് ആണ്. ഇതിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, കാര്യം ആ സമയത്ത് ഹിമാലയസിൽ ഇതിന്റെ അക്യുമുലേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ആ പാൻ ചോദിച്ചത്. വിച്ച് ഇസ് ദ സോഴ്സ് ഓഫ് ക്ലോറോഫ്ലൂറോ കാർബൺസ്. നമ്മൾ ക്ലോറോഫ്ലൂറോ കാർബൺസിന്റെ സോഴ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫോം ഇൻഡസ്ട്രി ഉണ്ട്, റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷണർ ഉണ്ട്, എയറോസോൾ സ്പ്രേ ഉണ്ട്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇവിടുത്തെ ഉത്തരം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. Which of the following is not a renewable natural resource? റിന്യൂവബിൾ ചെയ്യാൻ പറ്റാത്ത നാച്ചുറൽ റിസോഴ്സ് സോൾട്ട് ആണ്. കാര്യം ഒരു തവണ അത് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യണം, അതേ സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവോപ്പറേറ്റ് ചെയ്ത് വന്നിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് എ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്തതാണ് സോൾട്ട്. പിന്നെ കിട്ടുന്നത് പുതിയതായിരിക്കും. Which of the following parameters is not used as a pollution indicator in water? കാണുമ്പോൾ തന്നെ നമുക്കറിയാം വാട്ടർ പൊല്യൂഷന് കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ ബയോളജിക്കൽ ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കോളിഫോം കണ്ടന്റ്, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, ഇതൊക്കെയാണ് ആ ഒരു പാരാമീറ്റേഴ്സ്. പക്ഷെ ഡെൻസിറ്റി ഒരിക്കലും ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ പാരാമീറ്റർ അല്ല. എസ് ആൻഡ് പി വേവ്സ് എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്? എർത്ത് ക്വേക്കുമായിട്ട് അസോസിയേറ്റഡ് ആണ് എസ് ആൻഡ് പി വേവ്സ്. സെക്കൻഡറി വേവ്സ്, പ്രൈമറി വേവ്സ്. മാച്ച് ദ ഫോളോയിങ് ആണ്. രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഓസോൺ ഹോൾ ഉണ്ട്, ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ട്, നാച്ചുറൽ ഹസാർഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിൽ നമുക്കറിയാം ഓസോൺ ഹോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി യു വി റേഡിയേഷൻ ആയിരിക്കും. മീഥേൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, സോ ഇറ്റ് കോസസ് ഗ്രീൻ ഹൗസ് എഫക്ട്. നാച്ചുറൽ ഹസാർഡ്, സുനാമി ഒരു നാച്ചുറൽ ഹസാർഡ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇക്കോസെൻട്രിസം. സോ ആൻസർ ബി ആണ്. Then 2011. Which of the following pollutant affects the respiratory tract in humans? ഹ്യൂമൻസിന്റെ സൾഫർ ഡയോക്സൈഡ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഓർത്തിരിക്കുക, സൾഫർ ഡയോക്സൈഡ് ആണ് ഹ്യൂമൻസിന്റെ റെസ്പിറേറ്ററി ട്രാക്ടിനെ അഫക്ട് ചെയ്യുന്നത്. താജ്മഹലിന്റെ ഡീകളറേഷന് കാരണമായിട്ടുള്ളത്, ആസിഡ് റെയിനിന് കാരണമായിട്ടുള്ളത് സൾഫർ ഡയോക്സൈഡ് ആണ്. Which of the following pollutant is not emitted from the transportation sector? ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നിന്ന് വരാത്തത് നമ്മൾ പഠിച്ചു. കാർബൺ മോണോക്സൈഡിന്റെ ഒരു മേജർ അർബൻ സോഴ്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. അതുപോലെ പോളി അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നിന്ന് വരുന്നുണ്ട്. നൈട്രജൻ ഓക്സൈഡ്സ് വരുന്നുണ്ട്. പക്ഷെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് വരുന്നില്ല. അത് മെയിൻ ആയിട്ട് റെഫ്രിജറേറ്റേഴ്സ്, എ സി, ഫോം ഇൻഡസ്ട്രി, എയറോസോൾ സ്പ്രേസ്. അതുപോലെ എയർക്രാഫ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എഴുതാം. ഇവിടെ ജസ്റ്റ് ട്രാൻസ്പോർട്ട് സെക്ടറിനെ ചോദിച്ചിട്ടുള്ളൂ. Which of the following sources of energy has the maximum potential in India? ഇതിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ സോഴ്സ് ഉള്ളത് വിൻഡ് എനർജി ആണ്. പക്ഷെ ഇത് ഹാർനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അതൊരു ഇൻഫാൻസി സ്റ്റേജിലാണ്. സോ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ സോഴ്സ് ഉള്ളത് വിൻഡ് എനർജിക്കാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹാർനസ് ചെയ്തിട്ടില്ല. സോയിൽ പൊല്യൂഷന് കാരണമല്ലാത്തത് ഏതാണ്? ഡെഫിനറ്റ്ലി ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ആണ്. ഈ പറഞ്ഞ വണ്ടികളൊക്കെ എവിടെയെങ്കിലും കടന്ന് തുരുമ്പ് പിടിച്ച് അതിനകത്ത് നിന്നുള്ള മെറ്റൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് സോയിൽ ഡംപ് ചെയ്ത് പൊല്യൂഷൻ ഉണ്ടാക്കാം. അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ള പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും പൊല്യൂഷൻ ഉണ്ടാക്കാം. തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നുള്ള പുക, സൂട്ട് നമ്മൾ പറഞ്ഞില്ലേ, ആ കറുത്ത പുക, പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഒക്കെ സോയിലിൽ വന്ന് അടിഞ്ഞുകൂടി പൊല്യൂഷൻ ഉണ്ടാക്കാം. പക്ഷെ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് കാരണം സോയിലിന് യാതൊരു വിധത്തിലുള്ള പൊല്യൂഷനും ഉണ്ടാവില്ല. തന്നിരിക്കുന്നതിൽ നാച്ചുറൽ ഹസാർഡ് അല്ലാത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ നാച്ചുറൽ ഹസാർഡ്? നമുക്കറിയാം ഇത് മൂന്നും നാച്ചുറൽ ഹസാർഡ് ആണ്. ന്യൂക്ലിയർ ഇൻസിഡന്റ്, ഒരു ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആക്സിഡന്റ് അല്ലെങ്കിൽ ഹസാർഡ് ആണ് ന്യൂക്ലിയർ ആക്സിഡന്റ്. എന്താണ് ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്? ഒരാള് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണോ അതാണ് ആ വ്യക്തിയുടെ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ബൈ പെർ പേഴ്സൺ ഇസ് ടേംഡ് ആസ് ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ്. നമുക്ക് ഈ ഒരു സ്ലൈഡും കൂടെ കൊണ്ട് നിർത്താം.
നിങ്ങൾക്ക് ഒരു 26 സ്ലൈഡ് ഉണ്ട്. അത് 2010 to 2006 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കോളൂ. കാര്യം നിങ്ങൾക്ക് 8:30 ആവാറായില്ല. എനിക്ക് ഒരു സ്ലൈഡിൽ നിർത്താം. So the Ganga Action Plan was initiated during the year, നമ്മൾ പറഞ്ഞതാണ് 1986ലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ വന്നത്. അതുപോലെ ഇത് 2011 ഇതാണ് സീക്വൻസ് ഓഫ് എനർജി സോഴ്സസ്. തെർമൽ പവർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ഏതാണ്? നമ്മുടെ റിന്യൂവബിൾ എനർജി ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഹൈഡ്രോ, അത് കഴിഞ്ഞിട്ടാണ് ന്യൂക്ലിയർ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ പ്രീവിയസ് ഇയർ ഇട്ടപ്പോൾ ഞാനിത് ഇട്ടതാ. ഇപ്പോഴത്തെ ഓർഡർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എനർജി സീക്വൻസിന്റെ ഇതിൽ ഏറ്റവും ടോപ്പിൽ തെർമൽ, അത് കഴിഞ്ഞിട്ട് റിന്യൂവബിൾ എനർജി, ദെൻ ഹൈഡ്രോ, ദെൻ ന്യൂക്ലിയർ എനർജി. Then chromium is a contaminant in drinking water. Is excess of permissible level causes. Permissible level കൂടുതലായിട്ട് ക്രോമിയം ഡ്രിങ്കിങ് വാട്ടറിൽ ഉണ്ടെങ്കിൽ it will causes liver or kidney problems. liver or kidney problems. ആ സമയത്തും ക്രോമിയം ന്യൂസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രോമിയത്തിന്റെ ക്വസ്റ്റ്യൻ വന്നത്. സോ ക്രോമിയം causes liver and kidney problems ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലൂറിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, ക്രോമിയത്തിന് ഫ്ലൂറിൻ ആണെങ്കിൽ ഇറ്റ് വിൽ കോസ് നെർവസ് സിസ്റ്റം ഡാമേജ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡാമേജ് ആയിരിക്കും ഫ്ലൂറിൻ കാരണം ഉണ്ടാവുന്നത്. ഫ്ലൂറിൻ കോസസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡാമേജ്. നമുക്ക് ഇത് വെച്ച് തീർക്കാം, കാര്യം ഇതാകുമ്പോൾ 2011 അങ്ങ് തീരുവേ. The main സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ ഡാമേജ് ഉണ്ടാക്കുന്ന ഫ്ലൂറിൻ. The main precursors of winter smog. വിന്റർ സ്മോഗിന് കാരണമാകുന്ന മെയിൻ റീസൺസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ഉണ്ട്, അതുപോലെ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പിനേഷൻ ആണ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോ കാർബൺസ്. അതായത് അൺബേൺഡ് അല്ല, വെറും ഹൈഡ്രോ കാർബൺസ്. സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഹൈഡ്രോ കാർബൺസും എന്ത് തന്നെയാണ്? വിന്റർ സ്മോഗിന് കാരണമാണ്. അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. Then flash floods are caused. എന്താണ് ഈ ഫ്ലാഷ് ഫ്ലഡ്സ് എന്നുള്ളത്? അറ്റ്മോസ്ഫിയറിൽ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻ ഉണ്ടാവുകയും അതുവഴി വെർട്ടിക്കൽ ആയിട്ട് വിൻഡ് മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന റെയിൻഫോൾ ആണ് ഫ്ലാഷ് ഫ്ലഡ്സിന് മെയിൻ റീസൺ. സോ ഫ്ലാഷ് ഫ്ലഡ്സിന്റെ മെയിൻ റീസൺ അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ, അൺസ്റ്റേബിൾ ടെമ്പറേച്ചർ ഉള്ള അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ വിത്ത് വെർട്ടിക്കൽ വിൻഡ് ഷിയർ, വെർട്ടിക്കൽ വിൻഡ് മൂവ്മെന്റ് ആണ് ഫ്ലാഷ് ഫ്ലഡിന്റെ റീസൺ. ഇന്ത്യയിലെ മെഗാ സിറ്റീസിലെ എയർ പൊല്യൂഷന്റെ ഡോമിനന്റ് സോഴ്സ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നിന്നുള്ള പൊല്യൂഷൻ ആണ്. ഇത് ഇനിയൊരു 23 സ്ലൈഡും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 2010 ശേഷം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. 2011 വരെയുള്ള നിങ്ങൾ നന്നായിട്ട് നോക്കുക. 2010 ശേഷം ഉള്ളത് സമയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. ഇത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 25 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം.